സമയം കളയാതെ ദൈവശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ ക്ഷണിക്കുകയാണ്. കർത്താദാസനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. മുൻകാലങ്ങളിലും നമ്മുടെ കോളേജിൽ കടന്നു വന്ന്, നമ്മുടെ കൺവെൻഷനിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ സന്ദേശങ്ങൾ നൽകിയതായ കർത്താദാസൻ പാസ്റ്റർ ബാബു ചെറിയങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭയുടെ പുറവും സെന്ററിന്റെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ തന്നെ കർത്താവ് അയക്കുന്നതായ വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്റ്റേറ്റുകളിൽ, വിവിധ പട്ടണങ്ങളിൽ കടന്നുപോയി കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ശക്തിയോടെ ഈ കാര്യങ്ങൾ ദൈവം ഉപയോഗിക്കുന്നതായ കർത്താദാസനെ ഓർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അദ്ദേഹത്തിന് കർത്താവിദാസനെ കഴിഞ്ഞ വർഷം നമ്മുടെ കൺവെൻഷന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. എന്നാൽ ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ രോഗത്താൽ പല പ്രോഗ്രാമുകൾ ക്യാൻസൽ ചെയ്യേണ്ടെന്ന കൂട്ടത്തിൽ നമ്മുടെ കൺവെൻഷന്റെയും പ്രോഗ്രാം ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അദ്ദേഹം നമ്മളെ വിളിച്ചറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് തക്ക സമയത്ത് വേറെ മറ്റുള്ള ആളുകളെ ക്രമീകരിക്കേണ്ടതായി തോന്നുന്നു. എന്നാൽ ഈ വർഷം ആരോഗ്യത്തോടെ ക്ഷേമത്തോടെ നമ്മുടെ മുന്നിൽ കൂട്ടിക്കൊണ്ട് വന്നു. അതുകൂടാതെ അടുത്ത ദിവസം നടക്കാൻ പോകുന്നതായി നമ്മുടെ കുമ്പനാട്ട് മഹായോഗത്തിലും രാത്രി യോഗത്തിൽ ദൈവത്തിന്റെ വചനം കർത്താവിദാസൻ ശുശ്രൂഷിക്കും. ഇന്ന് രാത്രികാലം പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ ശുശ്രൂഷിപ്പാൻ കർത്താവിദാസന് സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ എല്ലാവരും സ്തോത്രത്തോടെ സ്തുതിയോടെ പുറകിലിരിക്കും. ഓസ്ട്രേലിയ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ 200ഓളം പാസ്റ്റർമാരായിരിക്കുന്നത്, സീനിയർ പാസ്റ്റർമാരും കൊച്ചു പാസ്റ്റർമാരും. ഇതിക്കുള്ള എന്താ വേണം? 200 പേര് സ്തുതിച്ചാൽ മതിയല്ലോ. സ്തോത്രം. എല്ലാവരും ഞങ്ങളുടെ സ്റ്റേജിലിരിക്കുന്നവരെ മാത്രം ഞങ്ങൾ കാര്യങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ പോകും. ഞങ്ങൾ മിണ്ടരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾക്ക് അറിയാം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. യെസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ചെറുവക്കൽ കൺവെൻഷനിൽ സംബന്ധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവദാസൻ ഓർപ്പിക്കുകയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ കഴിഞ്ഞ വർഷത്തിൽ ചില കൺവെൻഷനുകൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നെങ്കിലും ഈ വർഷത്തിൽ ഇവിടെ വന്ന് നിങ്ങൾ എല്ലാവരെയും കാണുവാൻ, ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ സംബന്ധിച്ച് ബലപ്പെടുവാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് ഞാനും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ഒരു ദേവദാസനോട് ചോദിച്ചു, ഇവിടെ വരുന്ന ഈ കൺവെൻഷനിൽ കേരളത്തിൽ നിന്ന് വന്ന് പ്രസംഗിക്കുന്നവരിൽ ഏറ്റവും ദൂരെ നിന്ന് വരുന്നത് ഞാനാകാനാണ് സാധ്യത, കേരളത്തിൽ നിന്ന് വരുന്നവരിൽ. അപ്പോ യാത്രാ ക്ലേശം വളരെ കൂടുതലുണ്ടെങ്കിലും പ്രസംഗ ക്ലേശം വളരെ കുറവാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. സ്തോത്രം. മറ്റ് സ്ഥലങ്ങളിലും യാത്രാക്ലേശം കുറവുണ്ടെങ്കിലും പ്രസംഗക്ലേശം കൂടുതലാണ്. എന്നാൽ ഇവിടെ ദൈവത്തിനെ ശുശ്രൂഷിക്കുന്നതിന് നിങ്ങളുടെ വലിയ സപ്പോർട്ടുണ്ട്, നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആശ്വാസമാണ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗിൽ വളരെ വിലപ്പെട്ട ദൈവദാസന്മാർ, വളരെ വർഷങ്ങളായി കർത്താവിന്റെ ശുശ്രൂഷയിൽ നിൽക്കുന്ന ശക്തന്മാരായ കർത്തൃദാസന്മാരുടെ വലിയൊരു നിര തന്നെ എന്റെ പുറകിലുണ്ട്. എല്ലാവർക്കായും പ്രത്യേകം നന്ദി, വന്ദനം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. റവറൻ ജോൺസൺ ഡാനിയലിനെ പരിചയപ്പെടുവാനിടയായത് ഒരു അനുഗ്രഹമായി പോയി. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കോട്ടയത്തേക്ക് പോകുമ്പോൾ തന്റെ അനുഭവ സാക്ഷ്യങ്ങളിൽ ചിലത് എന്നോട് പങ്കിട്ടു. ഞാനത് മറ്റു പലയിടത്തും പറയുകയുണ്ടായി. അത് പലർക്കും അനുഗ്രഹമായി തീർന്നു. കഴിഞ്ഞ ഒരളവിൽ ഞങ്ങൾ ഒരുമിച്ച് കർണാടക റീജിയൻ കൺവെൻഷനിലായിരുന്നതും ഞാൻ ഓർക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായിട്ട് സ്തോത്രം. ഇവിടെ നടക്കുന്ന ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഭാവിയിലും സാക്ഷ്യത്തോടെ, ദർശനത്തോടെ, മടുക്കാതെ ഈ മിനിസ്ട്രിയിൽ മുന്നേറുവാൻ ദൈവം നിങ്ങൾക്കെല്ലാവർക്കും കൃപ ചെയ്യട്ടെ. ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ സെന്ററിന്റെ പ്രവർത്തനങ്ങളും അഭിമാനിക്കത്തക്കവണ്ണം, പ്രശംസിക്കത്തക്കവണ്ണം അഭിവൃദ്ധിയും ഐക്യതയും പ്രാപിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് എല്ലാ സ്ഥലത്തും അഭിമാനത്തോടെ പറയാൻ കൊള്ളാവുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയ്ക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുന്നു. അതിലേക്ക് പ്രവേശിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിലെ ദൂതിനു വേണ്ടി ദൈവന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വചനം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായിട്ട് സ്തോത്രം ചെയ്യും. സ്വർഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠം. ഞങ്ങൾ അവിടുത്തെ മക്കൾ. നീ ഞങ്ങൾക്ക് തന്ന അധികാരം ഉപയോഗിച്ച് ഞങ്ങൾ ഇന്ന് രാത്രി ഈ സ്ഥലത്ത് നിൽക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയും. ഈ വാഗ്ദത്ത വചനം, ഈ അധികാരത്തിന്റെ വചനം ഉപയോഗിച്ച് ഞങ്ങൾ ഈ ദേശത്ത് സമ്പൂർണ്ണ ജയം പ്രഖ്യാപിക്കുന്നു. പിശാചിനാൽ കെട്ടപ്പെട്ട വ്യക്തികൾക്ക് ഞങ്ങൾ വിടുതൽ കൽപ്പിക്കുന്നു. ദേശത്ത് പൂർണ്ണ സ്വാതന്ത്ര്യം, ആത്മാവിന്റെ സ്വാതന്ത്ര്യം, ആത്മാവിന്റെ സ്വാതന്ത്ര്യം, ആത്മാവിന്റെ സ്വാതന്ത്ര്യം രാത്രി ഈ മണ്ഡലിലും പരിസരത്തും പൂർണ്ണമായി വ്യാപരിപ്പിക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനങ്ങളെ ദൈവം ആദരിക്കുമാറാകണമേ. ബൈബിൾ സ്കൂളിനായിട്ട്, സെന്ററിനായിട്ട്, എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൺവെൻഷനിൽ വരും ദിനങ്ങളിൽ വലിയ അനുഗ്രഹം പകരുമാറാകണമേ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ഇവിടെ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ശാലയും വോയിസിലെ എന്റെ സ്നേഹിതർക്കായിട്ടും പ്രത്യേകം വന്ദനം ചെയ്യുന്നു. തേജസ്, ഇതാണ് ഇന്ന് രാത്രിയിലെ സന്ദേശത്തിന്റെ ഹെഡിങ്. റോമ ലേഖനത്തിൽ നിന്നാണ് വാക്യം വായിച്ചത്. ദൈവമക്കൾ ആത്മീകമായിട്ട് വളർന്നുകൊണ്ടിരിക്കേണ്ടവരാണ്. ഒരേ ലെവലിൽ നമുക്ക് നിൽക്കാൻ പാടില്ല. ഒരു സൈക്കിൾ മറിയാതെ നിൽക്കുന്നത് ഓടുന്നത് കൊണ്ടാണ്. ഒരു ക്രിസ്ത്യാനി വളരുന്നില്ലെങ്കിൽ വീണു എന്നാണ് അർത്ഥം. വളരുന്നില്ലെങ്കിൽ തളർന്നു എന്നാണ് അർത്ഥം. മുമ്പോട്ടില്ലെങ്കിൽ പുറകോട്ട് പോയെന്നാണ് അർത്ഥം. ഒരേ ലെവലിൽ നിൽക്കുന്ന വണ്ടി അല്ല ഇത്. ആത്മീയമായി വളർച്ച പ്രാപിക്കുന്നതിനെ കുറിച്ച് നാം ബോധവാന്മാരാകണം. വളരുവാൻ നിങ്ങൾ തിരുവെഴുത്തിന്റെ ആഴങ്ങളിലൂടെ യാത്ര ചെയ്യുവാൻ സമയം കണ്ടെത്തണം. ഞാൻ ഇന്ന് രാത്രി റോമാലേഖനത്തിലൂടെ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഈ പുസ്തകത്തിനകത്ത് തേജസ് 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 എന്ന പദം നിങ്ങൾ എണ്ണി നോക്കിയാൽ 20-ൽ കൂടുതൽ പ്രാവശ്യം കാണാം. തേജസ്. നമുക്ക് പ്രധാനപ്പെട്ടതും ആദ്യ ഭാഗങ്ങളിലുള്ളതുമായ ഒരെണ്ണം നമുക്ക് ആദ്യമേ എടുക്കാം. റോമർ 3:23. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ. അപ്പോൾ അതിന് ആ വാക്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മറ്റൊരു ചിന്ത ലഭിക്കുന്നു. തേജസ് ഉണ്ടായിരുന്ന മനുഷ്യൻ. അപ്പൊ ഒന്നാമത്തെ ചിന്ത, തേജസ് ഉണ്ടായിരുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തേജസ് ധരിച്ചിരുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കാഞ്ഞ മനുഷ്യൻ, തേജസ് ഉടുത്തിരുന്ന മനുഷ്യൻ, തേജസ് മാത്രം ധരിച്ചിരുന്ന മനുഷ്യൻ. അങ്ങനെ ഒരു കാലമാണ് പുറകോട്ട് പോയാൽ മാനവജാതിക്ക് കാണാനുള്ളത്. എന്നാൽ ആ തേജസ് നഷ്ടപ്പെട്ടു പാപം ചെയ്തപ്പോൾ. അവിടെ ബൈബിളിലെ പ്രയോഗം ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നാണ്. അപ്പൊ മരിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തേജസ് നഷ്ടപ്പെടുമെന്നാണ്. തിന്നു, ആ സെക്കൻഡിൽ അവരുടെ തേജസ് നഷ്ടപ്പെട്ടു. മാത്രമല്ല, എണ്ണി പഠിച്ചാൽ 13 സുപ്രധാന നഷ്ടങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് തേജസ് നഷ്ടപ്പെട്ടു എന്ന ഒറ്റ വാക്കിൽ പൗലോസ് അതിനെ ഒതുക്കുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അതിനോട് ചേർന്ന് അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു പോയി. ഞാൻ വിവരിക്കാം. ലോകത്തിലുള്ള കൊമ്പനാനയെയും കാട്ടുപോത്തിനെയും സിംഹത്തെയും കരടിയെയും ഹിപ്പോപ്പൊട്ടാമസിനെയും എന്ന് വേണ്ട പ്രപഞ്ച ശക്തികളെയും സൂര്യനെയും ചന്ദ്രനെയും അടക്കം ഭരിക്കുവാനുള്ള
അധികാരം കൊടുത്താണ് ദൈവം മനുഷ്യനെ ഭൂമിയിൽ ആക്കിയത്. ആ അധികാരം മനുഷ്യൻ നഷ്ടപ്പെടുത്തിയെങ്കിലും യോശുവ ഒരിക്കൽ ഉപയോഗിച്ചു. ചന്ദ്രനെയും സൂര്യനെയും നിലയ്ക്ക് നിർത്തിയ സംഭവം, ഒരു ദൈവദാസന്റെ വാക്കിന്റെ മുമ്പിൽ പ്രപഞ്ചം നിശ്ചലമായ സംഭവം ബൈബിളിലുണ്ട്. അതൊരു അത്ഭുതമല്ല, അതൊരു മടങ്ങിപ്പോക്കാണ്. മനുഷ്യന് ദൈവം കൊടുത്തിരുന്ന അധികാരത്തിലേക്ക് അവൻ ഒരിക്കൽ തിരികെ പോയ രംഗമാണ് യോശുവയിൽ കാണുന്നത്. നാം യെശയ്യാ പ്രവചനത്തിൽ കാണുന്നത് ചെന്നായ് കുഞ്ഞാടിനോട് കൂടെ ആയിരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരുന്ന കാലത്തെ കുറിച്ചാണ് 1000 ആണ്ട് വാഴ്ചയെ കുറിച്ചുള്ള പ്രവചനത്തിൽ നാം കാണുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ, യഥാർത്ഥം പറഞ്ഞാൽ, മനുഷ്യൻ വളരെയധികം വിലപ്പെട്ട ജീവിയാണ്. അവൻ മൃഗത്തിൽ നിന്ന് പരിണമിച്ചു വന്നവനാണ് എന്ന ചിന്ത വളരെ ദരിദ്രമായി പോയി, വളരെ വില കുറഞ്ഞ ചിന്തയായി പോയി. മനുഷ്യൻ മൃഗവുമായി ബന്ധമുള്ളവനല്ല. മനുഷ്യൻ വളരെ വിലപ്പെട്ടവനും വ്യത്യസ്തനുമാണ്. ഈ ഭൂമിയിലുള്ള യാതൊന്നിനെയും ദൈവം കൈകൊണ്ട് സൃഷ്ടിച്ചില്ല. ദൈവം തന്റെ കൈകൊണ്ട് മെനഞ്ഞ ഒരൊറ്റ ജീവിയേ ഉള്ളൂ, അത് മനുഷ്യനാണ്. 2, ഈ പ്രപഞ്ചത്തിൽ ഒരൊറ്റ വസ്തുവിനോ ജീവിക്കോ ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും കൊടുത്തിട്ടില്ല. ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും ലഭിച്ച ഏക ജീവി മനുഷ്യനാണ്. 3, ദൈവത്തിന്റെ അംശം അകത്താക്കിയ ഒരൊറ്റ ജീവിയേ ഉള്ളത് മനുഷ്യനാണ്. ഞാൻ വിവരിക്കാം. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ശ്വാസം അകത്ത് ഫില്ല് ചെയ്ത ഏക ജീവി മനുഷ്യനാണ്. വേറൊന്നിനും അത് ലഭിച്ചിട്ടില്ല. 4-മത്തെ കാര്യം, തിരഞ്ഞെടുക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം നൽകിയ ഏക ജീവിയും മനുഷ്യൻ മാത്രമായിരുന്നു. ഇങ്ങനെ വിലപ്പെട്ട ഒരുപാട് അവകാശങ്ങളും അധികാരങ്ങളുമായി മണ്ണിലേക്ക് വന്ന ഈ മനുഷ്യൻ അവന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പാപം ചെയ്തു. ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ദാനങ്ങളിൽ ഒന്ന് സ്വാതന്ത്ര്യമാണ്. അതായത് പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ദൈവം അന്നും ഇന്നും നമുക്ക് തന്നിരിക്കുന്നു. അഥവാ ദൈവം മനുഷ്യനെ ഒരു മൃഗത്തെ പോലെ വളർത്തുകയല്ല, കൂട്ടിലിട്ട് വളർത്തുകയല്ല. എനിക്കും നിങ്ങൾക്കും ഇഷ്ടമുള്ളത് ചെയ്യാൻ, ഇഷ്ടമുള്ളത് പറയാൻ, ഇഷ്ടമുള്ളത് ഭക്ഷിക്കാൻ, ഇഷ്ടമുള്ളത് പോലെ ജീവിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഒരു വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നീ ഇത് ചെയ്തിട്ട് ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ വിചാരിച്ചു. അതിന്റെ അർത്ഥം, നിനക്ക് നിന്റെ തല കൊണ്ടേ ചിന്തിക്കാൻ പറ്റുള്ളൂ, എന്റെ തല കൊണ്ട് ചിന്തിക്കാൻ പറ്റുകയില്ല. നീ നിന്റെ ചിന്ത വെച്ച് എന്നെ അളന്നതാണ് നിനക്ക് പറ്റിയ പരാജയം. അതെ, എല്ലാ വിഷയത്തിലും അത് ഓർത്തുകൊള്ളുക. നാം മനുഷ്യരെ കണ്ടിട്ടുള്ളൂ, ദൈവത്തെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മനുഷ്യരോട് ഇടപെട്ട പരിചയമേ ഉള്ളൂ. ആ മര്യാദ വെച്ച് നാം പലപ്പോഴും ദൈവത്തോട് ഇടപെടുന്നത്. വാസ്തവത്തിൽ ദൈവത്തെ പരിചയപ്പെട്ടാൽ നമ്മുടെ മനോഭാവം മാറും, നമ്മുടെ ചിന്താഗതി മാറും, നമ്മുടെ സ്വഭാവം മാറും, നമ്മുടെ കാഴ്ചപ്പാട് മാറും. അതെ, നാം ദൈവത്തെ പരിചയപ്പെടുന്നവരായി തീരട്ടെ. ഇങ്ങനെ ദൈവ തേജസ്സിനാൽ ഉടുപ്പിക്കപ്പെട്ട, ദൈവിക അധികാരമുള്ള, ഭരണമുള്ള, ദൈവിക ഭക്ഷണം കഴിച്ച, പർദീസായിൽ ജീവിച്ച അനുഗ്രഹിക്കപ്പെട്ട ഈ മനുഷ്യൻ, അവൻ ദൈവത്തിന്റെ കൂട്ടായ്മയിലായിരുന്നു നടന്നിരുന്നത്. പക്ഷേ പാപം നിമിത്തം അവൻ ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇവനെ പാപത്തിലേക്ക് വീഴ്ചത് പിശാചാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചാട്ടെ. ആദിയിൽ ദൈവം ആകാശവും 3:1 യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്തോത്രം. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 വാക്കുകൾ അണ്ടർലൈൻ ചെയ്യാം. ഒന്ന് യാതൊരു എന്ന വാക്കും, മറ്റൊന്ന് വാസ്തവമായി എന്ന വാക്കും. അപ്പൊ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും തിന്നരുതെന്ന് പറഞ്ഞുവെങ്കിൽ അപ്പൊ പിന്നെ ഇവർ പട്ടിണിയാണെന്ന് വരുന്നു. ആ നിലയിൽ നമ്മൾ അത് ചിന്തിക്കാറില്ല പലപ്പോഴും. പിശാച് പലപ്പോഴും നമ്മുടെ അടുക്കൽ കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ നമുക്ക് മനസ്സിലാകത്തില്ല. യാതൊരു വൃക്ഷത്തിന്റെ ഫലവും എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ പട്ടിണിക്ക് കിടക്കുന്നു എന്നല്ലേ അർത്ഥം. അങ്ങനെയാണെങ്കിൽ
ഈ സംഭാഷണം പൂർണ്ണ രൂപത്തിൽ ഞാൻ നിങ്ങളോട് പറയാം. ബൈബിളിൽ ഈ കഥ മുഴുവൻ എഴുതാൻ നേരെയില്ല. അതിന്റെ പ്രധാന കാര്യം എഴുതിയിട്ടുള്ളൂ. സംഭാഷണത്തിന്റെ പൂർണ്ണ രൂപം ഞാനൊരു ഭാവനയിൽ പറയാം. ആദമില്ലാത്ത സമയം നോക്കി പിശാച് വീട്ടിൽ വരുന്നു. ഹവ്വയോട് പരിചയപ്പെടുന്നു. ഗുഡ് മോർണിംഗ് പറയുന്നു. അദ്ദേഹം പറയുന്നു, മാഡം എന്റെ പേര് ലൂസിഫർ, ഞാനായിരുന്നു പണ്ട് ഇവിടെ താമസിച്ചിരുന്നത്. ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പുറത്ത് ഞാനിപ്പോ ഇവിടുന്ന് മാറി നിൽക്കുന്നതാണ്. നിങ്ങൾ പുതിയ താമസക്കാരായതുകൊണ്ട് പല ദിവസമായി പരിചയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ അവസരം കിട്ടിയില്ല. നിങ്ങളും തിരക്കാണ്, ഞാനും തിരക്കാണ്. എന്നാൽ ഇന്നിപ്പോ കാണാനിടയായതിൽ വളരെ സന്തോഷമുണ്ട്. ഗുഡ് മോർണിംഗ്. ഇങ്ങനെ പരിചയപ്പെട്ടു. അപ്പൊ പുള്ളിക്കാരൻ ചോദിച്ചു, കുടിക്കാൻ എന്നാ എടുക്കണ്ടേ? അപ്പൊ പറഞ്ഞു, വേണ്ട, ഒന്നും എടുക്കണ്ട, നമ്മളിപ്പോ ആദ്യമായിട്ട് വന്നല്ലേ, പരിചയപ്പെടാം എന്നൊക്കെ പറഞ്ഞ് വിഷയത്തിലേക്ക് പ്രവേശിച്ചു. പെട്ടെന്ന് അടുത്ത ചോദ്യം, എന്താ മാഡം ഒരു ക്ഷീണം? അപ്പൊ സഹോദരി ഒന്നും വേണ്ടിയില്ല. അടുത്ത ചോദ്യം, ഒന്നും കഴിച്ചില്ലേ? പുള്ളിക്കാരത്തി ഒന്നും വേണ്ടിയില്ല. അടുത്ത ചോദ്യം, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും തിന്നരുതെന്നാണോ ദൈവം പറഞ്ഞിരിക്കുന്നത്? അല്ലാതെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇവിടെ എന്താ ടെക്നിക്ക് എന്നറിയാവോ? സഹതാപം ഇഷ്ടപ്പെടുന്ന ആളുകളെ പിശാചിനെ അറിയാം. പുള്ളിക്കാരത്തിൽ പെട്ടെന്ന് തന്നെ വിചാരിച്ചെന്നറിയാം, എന്റെ ദൈവമേ, ഇവിടെ ഒരു പുള്ളിയുണ്ട്, നമുക്ക് ക്ഷീണമാണെന്ന് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ഇപ്പൊ എങ്ങാണ്ടെന്ന് വന്ന പുള്ളി എന്റെ ക്ഷീണം തിരിച്ചറിഞ്ഞല്ലോ, അതൊരു ആശ്വാസം, അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ. അതാണ് ആ സൈക്കോളജിയിലാണ് ഇവനകത്ത് കയറി പറ്റിയത്. അതോടെ ആ വീട് പുള്ളിയുടെ കയ്യിലായി. വലിയ ടെക്നിക്കാണ്. അടുത്ത ചോദ്യമാണ്, അയ്യോ ഒന്നും കഴിക്കരുതെന്നാണോ ദൈവം പറഞ്ഞിരിക്കുന്നത്? ഇതവിടെ വെച്ചിട്ട് നിങ്ങൾ അതിന്റെ പുറകിലേക്ക് പോകണം. ഇനി വായിക്കാതെ ഞാനങ്ങ് പറയാം. ദൈവം പറഞ്ഞെന്നറിയോ? തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം. അവിടെയും രണ്ടു വാക്കിന് അടിപൊളി ഇടണം. ഒന്ന് സകല, രണ്ട് ഇഷ്ടം പോലെ. കണ്ടോ? ദൈവം പറഞ്ഞത് എന്താ, യവൻ ചോദിച്ചതെന്നാ? തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ ഇന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. ഓക്കെ. അപ്പൊ ദൈവം നോയുടെ ഒരു തോട്ടമല്ല ഏതൻ തോട്ടം, യേസിന്റെ ഒരു തോട്ടമാണ്. ഞാൻ വിവരിക്കാം. അത് തുടരുത്, ഇത് തുടരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോ 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 നോ. നോയുടെ ഒരു തോട്ടമല്ല ഏതൻ തോട്ടം. 99 യെസ്, ഒരു നോ. ഇവൻ നേരെ തിരിച്ചു, 100 നോ. ടെക്നിക്കുണ്ടോ? തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും തിന്നരുന്ന് വാസ്തവമായിട്ട് കൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അതിന് മറുപടി എന്തോ? അപ്പൊ പിന്നെ ഞങ്ങൾ എന്നെ വായു ഭക്ഷിച്ച് കിടക്കുക എന്നാണോ താങ്കൾ വിചാരിച്ചത് എന്ന് വേണ്ട ചോദിക്കാൻ? അങ്ങനെ ചോദിക്കാഞ്ഞത് കൊണ്ടല്ലേ ഈ പ്രശ്നം എല്ലാം ഉണ്ടായത്? വേണ്ട, ഇത്ര ഒന്നും പറയണ്ടായിരുന്നു. വേറെ ടെക്നിക്ക് ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞിറങ്ങി ചേട്ടനോട് ഉള്ളപ്പോൾ നമുക്ക് സംസാരിക്കാം, ഇവിടുത്തെ അച്ചാനി ഉള്ളപ്പോൾ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിരുന്ന ഈ പ്രശ്നം അവിടെ വെച്ച് തീർന്നു. അതൊരല്പം മണ്ടത്തിലായിപ്പോയി. അതിൽ നിന്നാണ് പിന്നീട് പ്രശ്നങ്ങളെല്ലാം ഇത്രയായി തീർന്നത്. വാസ്തവത്തിൽ സാത്താൻ അവിടെ വിജയിച്ചു. അവൻ ഉദ്ദേശിച്ച കാര്യം നടന്നു. ഇങ്ങനെയാണ് പിശാചിന്റെ തന്ത്രം. അപ്പോ പുള്ളി കഴിഞ്ഞ കൊല്ലത്തെ തന്ത്രമായിട്ട് ഈ കൊല്ലം വരികയില്ല. 2006 മോഡൽ ഇറങ്ങിക്കഴിഞ്ഞു. എല്ലാം ലേറ്റസ്റ്റ് ആയിരിക്കും. പുതിയ ചിന്തകൾ, പുതിയ തമാശകൾ പിശാച് പറയും. നമ്മളെ കുഴയ്ക്കും. നമ്മൾ ഇതുവരെ ചിന്തിക്കാത്തത്, നമ്മൾ കേട്ടിട്ടില്ലാത്ത തന്ത്രങ്ങളിലാണ് ആളുകളെ കുഴയ്ക്കുന്നത്. എല്ലാറ്റിന്റെ അകത്ത് എന്തായിരിക്കും അറിയാവോ? നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുക, നമ്മുടെ ഉള്ളിൽ സംശയമുണ്ടാക്കുക. ഈ രോഗം മാറിയെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഇടയ്ക്ക് നിനക്ക് പിന്നെയും വേദന വരാറില്ലേ? ശരിയല്ലേ? നിന്റെ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞ് പ്രശ്നം തീർന്നു നിന്നോട് ആരാ പറഞ്ഞേ? വിദേശത്ത് പോയ കൊച്ചിന്റെ കാര്യം മുഴുവൻ ശരിയാണെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? ആവശ്യമില്ലാത്ത ടെൻഷൻ അകത്തുണ്ടാക്കി തന്നാണ്. ദൈവത്തിൽ നമ്മുടെ ഹൃദയത്തെ അകറ്റുന്ന സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുന്ന പരിപാടി പിശാചി യോഗം നടക്കുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഈ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അകത്ത് സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുന്ന പരിപാടിയിൽ സാത്താൻ പൂർണ്ണമായി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ഇന്ന് രാത്രി പറയണം, എന്റെ ദൈവം എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല. എന്റെ ദൈവം എന്റെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. എന്റെ ദൈവം എന്റെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. എന്റെ ആരോഗ്യമാണ് ആഗ്രഹിക്കുന്നത്. എന്റെ
എന്റെ സൗഖ്യമാണ് ആഗ്രഹിക്കുന്നത്, എന്റെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്, എന്റെ വിടുതലാണ് എന്റെ ദൈവത്തിന്റെ ആഗ്രഹം. ഞാൻ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം. ഒരു പിശുക്കനായ ദൈവമല്ല എന്റെ ദൈവം. ഒരുപാട് വിലക്കുകളുടെ ഒരു തോട്ടത്തിലല്ല എന്നെ ആക്കിയത്. പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് ജീവിതത്തിൽ നൽകുന്ന ഒരാളെ ഉള്ളൂ, അതെന്റെ ദൈവമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, മാതാപിതാക്കൾ പോലും നമുക്ക് കൂടുതൽ വിലക്കുകൾ രേഖപ്പെടുത്തും. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വിലക്കുകൾ വെച്ചിട്ടില്ല. ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു. നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം തന്നിരിക്കുന്നു. ഇങ്ങനെ പിശാചിന്റെ കെണിയിൽ ചതിയിൽ വീണ് പാപത്തിലകപ്പെട്ട മനുഷ്യനെയാണ് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. അതാണ് റോമർ 3:23 എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ചരിത്രം മുഴുവനും ഇവിടെ റോമർ 3:23 പൗലോസ് അവതരിപ്പിച്ചു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ. അതാണ് 3:23. നമുക്ക് വേഗത്തിൽ മുന്നോട്ട് പോകാം. തേജസ് നഷ്ടപ്പെട്ട ഈ മനുഷ്യനെ തേജസ്സിലേക്ക് തിരികെ കൊണ്ടുവരുന്ന പരിപാടിയിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. റോമർ 5:1-2 വായിക്കാം. റോമർ 5 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. വളരെ ശ്രദ്ധിക്കുക, നമുക്ക് വേഗത്തിൽ പോകണം. ഇവിടെ തേജസ് കിട്ടിയില്ല, പക്ഷെ തേജസ്സിന് പ്രത്യാശ കിട്ടി. റോമർ 5:2 നമുക്ക് തേജസ് കിട്ടിയിട്ടില്ല, പക്ഷെ തേജസ്സിന്റെ പ്രത്യാശ കിട്ടി. ഇത് ആർക്കായി കിട്ടിയെന്നറിയാമോ? രക്ഷിക്കപ്പെട്ടവർക്ക്. രക്ഷിക്കപ്പെട്ടവർക്ക് എന്ത് കിട്ടി? തേജസ്സിന്റെ പ്രത്യാശ കിട്ടി. എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷ, വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ തേജസ് കിട്ടുമെന്ന് ഉറപ്പായി. പോയ സാധനം കണ്ടുകിട്ടി. അതായത് നിങ്ങൾ, എന്റെ ഒരു സുഹൃത്ത് ഗുജറാത്തിലേക്ക് പോകുമ്പോൾ ട്രെയിനിൽ വെച്ച് പെട്ടി നഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ്. ഞങ്ങൾ എറണാകുളത്ത് വന്നു, വണ്ടിയിലോട്ട് കയറിയിട്ട് ഒരു ചായ കുടിക്കാൻ ഇറങ്ങി തിരിച്ചു വന്നപ്പോൾ പെട്ടിയില്ല. ഞാൻ പെട്ടി ലോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് എന്റെ അവിടെ ഇരുന്നു, പുള്ളിയുടെ എടുത്തോണ്ട് പോയി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരേ ഡ്രസ്സ് കൊണ്ടൊക്കെ ആ ദിവസങ്ങളിലെ യോഗം അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചു വന്നു. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഈ പെട്ടിക്കകത്തു നിന്നൊക്കെ ഉള്ള ഒരു അഡ്രസ്സ് തപ്പിയെടുത്തിട്ടാ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ടെലിഫോൺ. നിങ്ങളുടെ പേര് ഇന്നതാണോ? അതെ. എങ്കിൽ നിങ്ങളുടെ പെട്ടി ലഭിച്ചിരിക്കുന്നു. പക്ഷെ പെട്ടി കൈ കിട്ടിയില്ല. പെട്ടി കൈ കിട്ടുമെന്ന് ഉറപ്പായി. ഈ ഫോൺ കിട്ടിയ വഴി എന്നെ വിളിച്ചു പറഞ്ഞു, പെട്ടി കിട്ടി. ഞാൻ ചോദിച്ചു, പെട്ടി അങ്ങനെ എങ്ങനെയാ കിട്ടുന്നത്? അല്ല, കിട്ടിയില്ല, കിട്ടുമെന്ന് ഉറപ്പായി. അങ്ങനെയാണ് തേജസ് കിട്ടിയത് പറയാമോ? ഹല്ലേലൂയ. തേജസ് കിട്ടിയെന്ന് പറയാമെങ്കിൽ കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ട് തേജസ് ലഭിച്ചു. അപ്പൊ ആളുകൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഇരിക്കുന്ന തേജസ് കിട്ടിയിട്ട്? അല്ല, കിട്ടുമെന്ന് ഉറപ്പായി. ഇനി പോയ കെടുത്താ മതി, സംഗതി ഉറപ്പായി. തേജസ് ലഭിച്ചിട്ടില്ല, തേജസ് ലഭിക്കുമെന്ന പ്രത്യാശയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ദൂത് മറക്കണ്ട. തേജസ് ലഭിച്ചിട്ടില്ല, പക്ഷെ തേജസ് ലഭിക്കുന്ന പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയുള്ളവരുടെ മുഖം കണ്ടാൽ അറിയാം. തേജസ് ലഭിക്കുമെന്ന പ്രതീക്ഷയുള്ളവരെ കണ്ടാൽ അറിയാം. അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇല്ലെന്ന് ഞാൻ പഠിപ്പിക്കുകയല്ല. അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവരെ ആ തളർത്തത്തില്ല. ഇതൊന്നും കീഴടക്കുകയില്ല. ഈ പ്രശ്നങ്ങളൊന്നും അവരെ തളർത്തുകയില്ല. ഈ കൊടുങ്കാറ്റിലൊന്നും അവർ വീഴുകയില്ല. ഈ ഭീഷണിയിൽ അവർ തളരുകയില്ല. ഈ ലോകത്തിൽ അവർ മൂക്കുകുത്തുകയില്ല. ഈ അപവാദ കഥയിൽ അവർ തളരുകയില്ല. തളർത്താൻ കഴിയാത്ത പ്രതീക്ഷ അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ദൈവം നൽകിയിട്ടുണ്ട്. ഈ യോഗത്തിൽ അങ്ങേയറ്റം വരെ ആൾ നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ 1-2 പേര് ഈ മെസ്സേജ് മനസ്സിലാക്കാതെ പോകരുത്. ഇതിനിടയ്ക്ക് 1-2 പേര് ഉറക്കം തൂങ്ങിയിട്ട് പോകരുത്.
ഇതിനിടയ്ക്ക് ഒന്നോ രണ്ടോ പേര് മയങ്ങിയിട്ട് പോകരുത്. ഈ ലോകത്തിൽ ഒരു ശക്തിക്കും തകർക്കാൻ മേലാത്ത ഒരു സാധനമാണ് പ്രത്യാശ. പ്രത്യാശ, 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 പ്രത്യാശ. നിങ്ങൾക്കറിയാമോ, ഇയ്യോബ് എന്നൊരു ചരിത്രപുരുഷൻ ജീവിച്ചിരുന്നോ അതോ സങ്കല്പാണോ? ഇയ്യോബ് ചരിത്രപുരുഷനായിരുന്നു. തെളിവെന്താ? ദൈവം തമ്പുരാൻ പറയുന്നു, നോഹ, ഇയ്യോബ്, ദാനിയേൽ എന്നീ 3 പുരുഷന്മാർ എന്റെ മുമ്പിൽ ഇരുന്ന് നിന്നാലും. അപ്പൊ നോഹ ഉണ്ടെങ്കിൽ ഇയ്യോബുണ്ട്, ദാനിയേൽ ഉണ്ടെങ്കിൽ ഇയ്യോബുണ്ട്. ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം എന്താണെന്നറിയോ? ഈ ഇടയിൽ ഇറങ്ങിയ ഒരു കമന്ററിക്കകത്ത് എഴുതിയിട്ടുണ്ട് സങ്കല്പാന്ന്. ഇയ്യോബ് ചരിത്രപുരുഷനാണ്. വേദപുസ്തകം ശക്തമായി അത് പറയുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റിയില്ല ഇയ്യോബിന്റെ ജീവിതം. പക്ഷേ ക്രിസ്തീയ പാതയിൽ നടന്നിട്ടുള്ളവർക്കറിയാം ഇതൊക്കെ സംഭവിക്കും. ഇതിലും വലുത് സംഭവിക്കും, ഇതിലും വലുത് സംഭവിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം സഹോദരനോട് പറഞ്ഞു, മുത്ത് പന്നിയുടെ മുമ്പിൽ ഇട്ടിട്ട് കാര്യമില്ല. കാരണം പന്തിക്ക് മുത്തനെന്നറിയോ? ദൈവം നടത്തിയ വഴികൾ അറിയാവുന്നവരും ഷെയർ ചെയ്ത സന്തോഷമുണ്ട്. അല്ലാത്തവരോട് പറഞ്ഞാൽ കണ്ണു പിടിച്ചിരിക്കും. 2 വർഷം മുമ്പ് ദുബായ് വെച്ച് റോയ് എന്ന പേരുള്ള ഒരു അഡ്വക്കേറ്റ് രക്ഷിക്കപ്പെട്ടു. അവിടെ കൺവെൻഷൻ ചെന്നപ്പോ അവൻ അവിടെ ഒരു ജോലിക്ക് വന്നതാ. ഒരുപാട് സ്ഥലത്ത് ബയോഡാറ്റ ചുമന്ന് നടന്ന് കിട്ടിയില്ല. തിരിച്ചു വന്നപ്പോ എന്നാ അവന് കത്തോലിക്കനാ. പള്ളി കയറി പ്രാർത്ഥിച്ചേക്കാന്ന് ഓർത്ത് വന്നു. അവിടെ എല്ലാ പള്ളി ഒരുമിച്ചാണല്ലോ. അങ്ങോട്ട് കയറി വന്നപ്പോ സാധാരണ വലിയ പള്ളി എന്ന് പറയുന്ന വലിയ കെട്ടിടത്തിനകത്ത് നമ്മുടെ കൺവെൻഷൻ നടക്കുക. അപ്പൊ ഇതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. അവന്റെ ടെൻഷൻ നടക്കുക. അവൻ യോഗത്തിന് കയറി വന്നിരുന്നു. ഒടുവിൽ പ്രാർത്ഥനയ്ക്ക് വിളിച്ച് അവൻ മുന്നോട്ട് വന്നു. ചുരുക്കി പറഞ്ഞാൽ അവൻ നമ്മുടെ അയൽക്കാരനുമാണ്, തൊടുപുഴക്കാരനാണ്. അവൻ രക്ഷിക്കപ്പെട്ടു. അവന്റെ ജീവിതത്തിൽ ദൈവം വലിയ വ്യത്യാസം വരുത്തി. പക്ഷെ അവന്റെ വീട്ടുകാരവനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ വലിയ അവഗണന അനുഭവിക്കേണ്ടി വന്നു. ഇതൊക്കെ നീട്ടിക്കെട്ടി പറയാതെ ഞാൻ ഇപ്പൊ നടന്ന കാര്യം പറയാം. ലേറ്റസ്റ്റ് ഫ്രഷ് ന്യൂസ് പറയാം. അവൻ വിശ്വസിച്ചു. അവന്റെ ഭാര്യയുടെ ചേച്ചിക്ക് മക്കളില്ല. ഇവനും മക്കൾ ഉണ്ടാകില്ലെന്ന് ആരാണ്ടൊക്കെ പറഞ്ഞു വെച്ചിരിക്കുക. അങ്ങനെ എനിക്ക് 1 കൊല്ലം മുമ്പ് അവൻ ചർച്ച വന്നിച്ച് പറഞ്ഞു, ദൈവം എനിക്കൊരു മകൻ തരുമെന്ന് വാഗ്ദത്തം തന്നു. കൊച്ചിന്റെ പേര് ഐസക്. നമ്മുടെ സഭയിലെ പ്രായമുള്ള ആളുകൾ ഒന്ന് ചിരിച്ച് എന്നിട്ട് യോഗം കഴിഞ്ഞോട് ചോദിച്ചു, അവന് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾക്കുള്ള ആളുകളുണ്ടെന്ന് ഈ ആൾക്കൂട്ടത്തിനിടയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവരെ മൈൻഡ് ചെയ്യണ്ട, നമ്മൾ അവരെ മൈൻഡ് ചെയ്യണ്ട. ഇതിനിടയിലൊക്കെ അങ്ങനെയുള്ളവർ കാണാം. അത് നമ്മൾ ശ്രദ്ധിക്കണ്ട. തേജസ്സുള്ളവനെ കണ്ടാലറിയാം, പ്രതീക്ഷയുള്ളവനെ കണ്ടാലറിയാം, അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവനെ കണ്ടാലറിയാം. അത് കേൾക്കണം. ഇന്നലെ പോയി കൊച്ചിനെ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച് ഐസക്കിന് പേര് വിട്ടാൽ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് കൊച്ചിനെ മേടിച്ച് ഐസക് എന്ന പേരിട്ട് പ്രാർത്ഥിച്ചാ വരുന്നത്. വല്ലവനും ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ അവനെ എൻകറേജ് ചെയ്യാൻ. ഞാൻ എന്നിട്ട് ഒരു മൂപ്പനോട് ചോദിച്ചു, അഥവാ ഐസക് അല്ല എലിക്കുട്ടിയാ ജനിക്കുന്നത്, നിങ്ങൾക്ക് വല്ല നട്ടോ? എടാ ഒന്നുമില്ലാത്തവരുണ്ടല്ലോ, എലിക്കുട്ടി എന്തൊക്കെ ഒന്നുമില്ലാത്തവരുണ്ടല്ലോ. ഞാൻ പറഞ്ഞ വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനം നടന്നിട്ട് അഥവാ നടന്നില്ല, തനിക്കെന്ത് പറയണ്ടേ? അവൻ എന്നാണെങ്കിലും പോസിറ്റീവായിട്ട് പറയട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തിയെ വിശ്വസിക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ അവിടെ വേറെ അത്ഭുതം നടന്നു. അതാ പറയുന്നത്, ഒരു മനുഷ്യൻ വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നുമാനെ നീ ഇതെല്ലാവരോടും പറയണ്ടെന്നു. എന്നാ സംഭവം അറിയാവോ? യവന്റെ വീട്ടിൽ അവഗണനയാന്ന് ഞാൻ പറഞ്ഞല്ലോ, ഭാര്യ വീട്ടിലും ഒക്കെ ഭയങ്കര അവഗണനയാണ്. ഡെലിവറിയുടെ സമയം വന്നു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ചെന്ന് ഉച്ചനേരം കഴിഞ്ഞപ്പോൾ 1 ഡോക്ടർ, 2 ഡോക്ടർ, 3 ഡോക്ടർ, 4 ഡോക്ടർ, 5, 7 ഡോക്ടർ കേട്ട് നിൽക്കുക. എന്നിട്ട് ഇവരാണ്ടൊക്കെ ചെവി പറയുന്നുണ്ട്. എന്നാ പറയുന്നത്? ഇവർക്ക് നല്ല ബോധത്തിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ, കേൾക്കുന്നുണ്ട്. VIP ഒരു കോളർ ഉണ്ടായിരുന്നു, പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ പാവം കൊച്ചിനൊന്നും മനസ്സിലാവണില്ല. ചുരുക്കി പറഞ്ഞ 7 ഡോക്ടർമാർ കൂടി വളരെ മനോഹരമായിട്ട് പ്രസവം എടുത്തു. പൈസ കെട്ടിവെച്ചിട്ടാ സാറിന് അഡ്മിറ്റ് ചെയ്യുന്നത്, പൈസയെ ചോദിക്കുന്നില്ല. 2 ദിവസം സദ്യയായി വിശ്വസമായി. 3-ാം ദിവസം ആയപ്പോ ഇവർക്ക് മനസ്സിലായി VIP അല്ലെന്ന്. നടന്ന കാര്യമാണ്. തൊടുപുഴയുള്ള ഏതോ വേണ്ടപ്പെട്ട ആള് 2 ആശുപത്രിയിലേക്ക് വിളിച്ചു. ഞങ്ങളുടെ ഒരു കേസ് വരുന്നുണ്ട്, പേര് ജോയിസി. ഇതിന്റെ പേര് ജോയിസി. സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തോളൂ പറഞ്ഞു. ഡോക്ടർമാർ പിന്നെ അനങ്ങുമോ? മുഴുവൻ പേര് ഇതിന്റെ ചുറ്റും നിൽക്കുക. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ?
സ്പെഷ്യൽ അറ്റൻഷൻ. പാവപ്പെട്ട വിശ്വാസിക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ചെയ്യുന്ന വഴി നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ സഹോദരി? എന്നിട്ടോ VIP വിളിച്ചു പറഞ്ഞ കേസ് എവിടെ പോയെന്നറിയോ? വേറെ ആഴ്ച അവിടെ വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പൊ അതവിടെ പോയി, ഇവിടെ ഇനിയും കിട്ടി. വിശ്വാസം വരുന്നുണ്ടോ? ആരാധിച്ചവർക്ക് അവാർഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. പക്ഷെ അത് വെച്ചോണ്ടല്ല അടുത്ത പ്രാവശ്യം 1000 കിട്ടുമെന്നോർത്തല്ല ആരാധിക്കുന്നത്. എന്താ ഈ പറയുന്നേ? ഈ ഒരു ചരിത്ര പുരുഷനായിരുന്നു. അവൻ അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ചൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ പ്രതീക്ഷ പോയിട്ടില്ലായിരുന്നു. അവൻ തേജസ്സിന്റെ പ്രതീക്ഷയുള്ളവനായിരുന്നു. അവൻ തേജസ്സിന്റെ പ്രത്യാശയുള്ളവനായിരുന്നു. അവൻ പറഞ്ഞ വാക്കിന്ന് രാത്രി നമുക്കൊന്ന് ഓർക്കാം. അയ്യോ, എന്റെ വാക്കുകൾ ഒന്നെഴുതി വെച്ചെങ്കിൽ കൊള്ളായിരുന്നു. അത് ഈയവും ഇരുമ്പെഴുത്താണിയും കൊണ്ട് പാറയിൽ സദാകാലത്തേക്കും കൊത്തിവെച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്താണ് എഴുതി വെക്കേണ്ടത്? എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക്, എന്റെ ശരീരം ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ പുത്തൻ ശരീരത്തോടുകൂടെ തേജസ്സോടുകൂടെ എന്റെ കർത്താവിനെ കാണും. അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണും. ഇന്ന് രാത്രി ചെറുമക്കൾ കൺവെൻഷനിൽ ഇരിക്കുന്ന സഹോദരി, നിന്റെ ഹൃദയം പ്രത്യാശ കൊണ്ട് നിറയട്ടെ. ദൈവത്തെ സ്തുതിക്കാം. തേജസ് കിട്ടിയിട്ടില്ല, പക്ഷെ പ്രതീക്ഷയുണ്ട്. തേജസ്സിന്റെ പ്രത്യാശയുണ്ട്. നിന്നോട് പിശാച് പറഞ്ഞോ? പലർക്കും സൗഖ്യമായി, എനിക്ക് മാത്രം സൗഖ്യമായിട്ടില്ലെന്ന് പറഞ്ഞായിരുന്നോ ഇന്ന് പിശാച്? എങ്കിൽ നീ പറ, ഈ ശരീരം മാറിത്തരാൻ പോവുക. ഹല്ലേലൂയ. ഇപ്പൊ എക്സ്ചേഞ്ച് വേളയല്ലേ? ഇപ്പൊ നമ്മുടെ പട്ടണം മുഴുവനും ചുമ്മാ തട്ടിപ്പാ. എന്താ വളരെ മനോഹരമായ എക്സ്ചേഞ്ച് വേള നടക്കാൻ പോവുക. ഇതൊക്കെ മാറ്റും. എന്നിട്ട് നിനക്ക് പുതിയ ശരീരം തരാൻ പോവുക. ഹല്ലേലൂയ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ തേജസ് ലഭിച്ചില്ലെങ്കിലും തേജസ് തിരികെ വരുമെന്ന് പ്രതീക്ഷയുണ്ട്. ആർക്കാണ് ഈ പ്രതീക്ഷ? വിശദീകരിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വചനം കൊണ്ട് തന്നെ ക്ലിയർ ചെയ്യാം. വായിച്ചോ. റോമർ 3:23, 24, 25. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ മതി. നിങ്ങൾക്ക് മനഃപ്പാഠമാക്കാൻ സമയമുള്ളവരും ആരോഗ്യമുള്ളവരും ഒക്കെ ഈ 3:23 മുതൽ 31 വരെ അങ്ങ് മനഃപ്പാടാക്കിക്കും. വേദോത്സവം മനഃപ്പാഠമാക്കുന്നതിന് ഒരുപാട് പ്രോത്സാഹനം കൊടുത്ത സ്ഥാപനമാണ് ചെറുവൊക്കെ. അതുകൊണ്ട് വേദോത്സവം മനഃപ്പാഠമാക്കാൻ ഉത്സാഹിക്കുക. അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഭാഗമാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാർട്ട് ഓഫ് ദ ബൈബിൾ എന്ന് വേണമെങ്കിൽ ആ ഭാഗത്തെ വിളിക്കാം. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനാണ് 3:23. തേജസ്സിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവ തേജസ് വിട്ടിറങ്ങി വന്ന ദൈവപുത്രനെ കാണുന്നത്. ശ്രദ്ധിക്കുക, വിവരിക്കാം. തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ, അവനെ തേജസ്സിലേക്ക് നടത്താം ദൈവപുത്രൻ തേജസ് ഉരിഞ്ഞു വെച്ചിട്ട് ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നു. അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം അവൻ ദരിദ്രനായി തീർന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ദൈവ രൂപത്തിൽ ഇരിക്കും.
ദൈവത്തോടുള്ള സമത്വം. ഫിലിപ്പിയർ 2:5, 6, 7, 8, 9. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി. എന്തായി വായിക്കുന്നൊക്കെ? വേദപുസ്തകത്തിന്റെ കാമ്പും കൂമ്പുമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവപുത്രൻ തേജസ് ഉരിഞ്ഞു വെച്ചു. എന്നിട്ട് മനുഷ്യത്വം എന്ന വേഷം എടുത്തു. എന്നിട്ട് താഴേക്ക് ഇറങ്ങി വന്നു. എന്തിനാണെന്നറിയാമോ? തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ തേജസ്സിലേക്ക് ഉയർത്തുക. നിങ്ങൾ സുവിശേഷത്തിന്റെ കാതൽ അറിയണം. സുവിശേഷത്തിന്റെ ഹാർട്ട്, അതിന്റെ ഹൃദയം അറിയണം. ദൈവപുത്രൻ മനുഷ്യപുത്രനായി വന്നത് മനുഷ്യപുത്രനെ ദൈവപുത്രനാക്കുവാൻ. ഈ സത്യമാണ് ഞങ്ങൾക്ക് അന്നും ഇന്നും എന്നും പ്രസംഗിക്കാൻ. നമുക്ക് വാക്യം നോക്കാം. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിനെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ നാം നീതീകരിക്കപ്പെടുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തി. 100 കൊല്ലം കൺവെൻഷൻ നടന്നാലും രക്ഷിക്കപ്പെടാത്ത ആളുകൾ ആ യോഗത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ക്രൂശിൽ വെളിപ്പെട്ട ദൈവനീതി താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നീതീകരണത്തിന്റെ മർമ്മം താങ്കൾക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? ദൈവത്തിന്റെ ക്രൂശ് മരണത്തിന്റെ ആഴം താങ്കൾ ഗ്രഹിച്ചിട്ടുണ്ടോ? വ്യക്തിപരമായി രക്ഷാനിർണയം പ്രാപിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ കൂട്ടത്തിൽ പാടുകയും ഓടുകയും ചെയ്യുന്ന ഇത് മാത്രമാണോ വ്യക്തിപരമായി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? വ്യക്തിപരമായി നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? കർത്താവിന്റെ കുരിശുമരണത്തിന്റെ ആഴം, അർത്ഥം നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ? ദൈവപുത്രനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ടുണ്ടോ? ക്രിസ്തു നിങ്ങളിൽ ഉരുവായിട്ടുണ്ടോ? നിങ്ങൾ ദൈവ പൈതലായി തീർന്നിട്ടുണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് സ്നാനപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ വാസ്തവത്തിൽ ദൈവ പൈതലാണെന്ന ബോധ്യമുണ്ടോ? ഒരു വ്യത്യാസവുമില്ല. സ്ത്രീ എന്നും പുരുഷനെന്ന വ്യത്യാസമില്ല. പുരോഹിതനെന്നും അയ്മേനിയെന്നും വ്യത്യാസമില്ല. ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും വ്യത്യാസമില്ല. ഉയർന്നവൻ താണവനെന്ന വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്തു. മനുഷ്യ മക്കൾ മുഴുവൻ തേജസ് നഷ്ടപ്പെടുത്തി. ഈ തേജസ്സിലേക്ക് തിരികെ കൊണ്ടിരുന്നതിന്റെ പ്രഥമ നടപടിയാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലുള്ള നമ്മുടെ വിശ്വാസം. കർത്താവിന്റെ ക്രൂശുമരണത്തിലുള്ള വിശ്വാസം. എന്റെ പാപവും എന്റെ ശാപവും വഹിച്ച് എനിക്ക് പകരമായി ദൈവപുത്രൻ കുരിശിൽ മരിച്ചു. യേശുവിനെ ഞാൻ എന്റെ കർത്താവായി അംഗീകരിക്കണം. എന്റെ ജീവിതം ഞാൻ കർത്താവിനായി സമർപ്പിക്കണം. ഇങ്ങനെ നിങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ സ്നേഹിതരുടെ ക്ഷണം സ്വീകരിച്ച് കൂട്ടുകാരൻ വിളിച്ചതുകൊണ്ട് ഈ യോഗത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു. മനസ്സ് തുറന്ന് ഏറ്റുപറയുക, യേശുവിനെ ഞാൻ എന്റെ കർത്താവായി സ്വീകരിക്കുന്നു. യേശുവിനെ എന്റെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു. എന്റെ പാപവും എന്റെ ശാപവും വഹിച്ചുകൊണ്ട് യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഞാനത് വിശ്വസിക്കുന്നു. ഞാനത് ഏറ്റുപറയുന്നു. ഇതിനധികം സമയം വേണ്ട. ഈ പന്തലിലെ യോഗത്തിന്റെ ഇടയിൽ നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് തേജസ് തുടങ്ങാനുള്ള മാർഗം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ നീതീകരിക്കപ്പെടും. ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ. നീതീകരണം എന്ന് പറയുന്നത് വളരെ പവർഫുൾ, വളരെ ശക്തിയുടെ ഒരു വാക്കാണ്. നീതീകരണം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നിങ്ങൾ തെറ്റ് ചെയ്യാത്തവരെ പോലെ ദൈവം അംഗീകരിക്കുക. നിങ്ങളുടെ പാപം ക്ഷമിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങളെ തെറ്റ് ചെയ്യാത്തവനെ പോലെ ദൈവം അംഗീകരിക്കുക. അതിനെക്കുറിച്ചൊരു ഒരു ഭക്തന്റെ പ്രയോഗം ഇങ്ങനെയാണ്: പ്രതിയുടെ ബാധ്യത ആസ്തിയായി മാറുന്നു. എന്താ അർത്ഥം? 50 ലക്ഷം രൂപ എനിക്ക് കടമുണ്ട്, എനിക്കെതിരെ ബാങ്ക് കേസെടുത്തിരിക്കുന്നു. എന്റെ ആഗ്രഹം ആ 50 ലക്ഷത്തിൽ നിന്ന് ഒരു 25 ആക്കി കുറച്ച് കിട്ടണമെന്ന. എന്നാൽ എനിക്ക് ലഭിച്ചത് അതല്ല. ആ 50 വീട്ടുക എന്നുള്ളതല്ല, വേറൊരു 50 എനിക്ക് വേണ്ടി ഡിപ്പോസിറ്റ് ചെയ്യുക. ചിന്തിക്കാൻ പറ്റുമോ? ഇതാണ് ക്രൂശിൽ സംഭവിച്ചത്. നിന്റെ പാപം ക്ഷമിക്കുന്നതല്ല നീതീകരണം.
നിങ്ങൾ നീതീകരിക്കപ്പെട്ടവനായി ദൈവം പ്രഖ്യാപിക്കുകയാണ്. ഇത് മനുഷ്യന്റെ വാക്കുകൊണ്ടൊന്നും വിവരിക്കാൻ പറ്റില്ല. അതായത് ജീവപര്യന്തം തടവിലിട്ടാലും ഗുണം വരാത്തവനെയാണല്ലോ കുരിശ കയറ്റുന്നത്. അങ്ങനെ കുരിശ കിടന്ന കള്ളനെ യേശു കുരിശ കഴിച്ചു വിട്ടാൽ തന്നെ അവന് വലിയ സന്തോഷമായി. എന്നാൽ അതല്ല ചെയ്തത്, പർദീസയിലേക്ക് പ്രൊമോട്ട് ചെയ്യുക ചെയ്തത്. നീതീകരണത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? നീതീകരണത്തിന്റെ ആഴം നിനക്ക് മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ ശാന്തമായിട്ട് പറയോട്ടെ. യാതൊരു നീതിയോ അർഹതയോ ഇല്ലാത്ത എന്നെ യേശുവിന്റെ കുരിശിലെ യാഗത്തിലുള്ള വിശ്വാസത്താൽ പ്രിയ മകനാക്കി തീർത്ത ദൈവിക പദ്ധതിയുടെ മുമ്പിൽ നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് മുന്നോട്ട് പോകാം. ഇതാണ് നീതീകരണം എന്ന് പറയുന്നത്. വീണ്ടും ആ വാക്യത്തിൽ വരുന്നു 5:1. ഒന്ന് വായിച്ചിട്ട് 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആമേൻ. വിശ്വാസത്താലാണ് ഇത് പ്രാപിക്കുന്നത്, പ്രവൃത്തിയാലല്ല. നേർച്ച വഴിപാട് കർമ്മങ്ങൾ കൊണ്ടൊന്നും അല്ല നീതീകരണം പ്രാപിക്കുന്നത്. നീതീകരിക്കപ്പെട്ടവൻ സൽപ്രവർത്തികൾ ചെയ്യണം, അത് മറ്റൊരു കാര്യമാണ്. അപ്പൊ നീതീകരണം പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തോട് സമാധാനമായി. അവിടുത്തെ സമാധാനം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിന് സ്വസ്ഥത എന്നല്ല. അല്ല, അവിടെ സമാധാനം എന്ന് പറഞ്ഞിരിക്കുന്ന അർത്ഥം അതൊരു റിലേഷനെ കാണിക്കുന്നു. ദൈവമായിട്ടുള്ള ബന്ധം ക്ലിയർ ആയെന്നാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു റിലേഷന്റെ വാക്കാണ്. ദൈവത്തോടുള്ള ബന്ധം ക്ലിയറായി. അങ്ങനെയുള്ളവർക്ക് വീണ്ടും ലഭിക്കുന്ന ഒരു സമാധാനമുണ്ട്. അതാണ് ഫിലിപ്പിയർ 4:6. എടുക്കേണ്ട, ഞാൻ പറയാം. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളുടെയും മുകളിലേക്ക് ദൈവസമാധാനത്തിന്റെ പുതപ്പ് വന്ന് വീഴും. അപ്പോൾ 100 പ്രശ്നങ്ങളുടെ നടുവിലും നീ സമാധാനം അനുഭവിക്കും. നമ്മൾ മുന്നോട്ട് പോകുന്നു. വീണ്ടും വായിക്കാം റോമർ 5:2. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ഇപ്പോൾ കൃപയിലാണ്. കൃപയിൽ നിൽക്കണം. നിങ്ങൾ ഏത് സമുദായത്തിലാണ്, ഏത് സംഘടനയിലാണ്, ഏത് സഭയിലാണ് എന്നല്ല എന്റെ ചോദ്യം. കൃപയിലാണോ? ഞാനല്ലേ അവിടുത്തെ സെക്രട്ടറി, അതല്ലേ ചോദിച്ചേ? കൃപയിലാണോന്നാ ചോദിച്ചത്. കൃപയിലാണോ എന്ന് പരിശോധിക്കുക. നമ്മളെ ഒരുപാട് അങ്ങ് കടന്നുപോയി പല രംഗത്തും. പണ്ട് ആരോ പറഞ്ഞാൽ വളയോ ഇല്ലാതെ ചാടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരാം. കൃപയിലാണെന്ന് ഉറപ്പുവരുത്തുക. കൃപയിലാണ്. വാക്ക് കൃപയുള്ളതായിരിക്കും അല്ലേ? നിങ്ങളുടെ വാക്ക് കൃപയോട് കൂടിയതും. അപ്പോ വാക്ക് പെശക് പോകുന്ന ആൾ കൃപയിൽ പോയിട്ടുണ്ടെന്നാ തോന്നുന്നില്ല. സ്തോത്രം. കൃപയിലാണെന്ന് ഉറപ്പുവരുത്തുക. ആമേൻ. പിന്നെ കേൾക്കുന്നവർക്ക് ധാരാളം കൃപ ലഭിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും കൃപ ലഭിക്കും. നിങ്ങളുടെ സംസാരത്തിലൂടെ കൃപ വ്യാപരിക്കണമെന്നാണ്. എന്തോ അല്ലേ? അയ്യോ, അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഒരു പ്രയാസവും ഇല്ല. പരിശീലിച്ചാൽ മതി. ഇടയ്ക്കൊരു അവയർനെസ് ഉണ്ടായാൽ മതി. ഞാൻ കൃപയിലാണോ എന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് വെച്ചാൽ മതി. സ്വോത്രം. കൃപയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് കൃപ വ്യാപരിക്കും. മറ്റുള്ളവർക്ക് കൃപ ലഭിക്കും. ആമേൻ. അതെ, ഉയർന്ന അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മെ നടത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ കൃപയിൽ നിൽക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക. നാം നിൽക്കുന്ന കൃപ. പ്രൈസ് ദി ലോർഡ്. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസമൊക്കെ വന്നാൽ മറുപടി, എന്റെ കൃപ നിനക്ക് മതി. കൃപയിൽ നിൽക്കുന്നവന് കൃപ മതി. ഞാനൊന്നുകൂടെ പറയാം. കൃപയിൽ നിൽക്കുന്നവന് കൃപ മതി. രോഗത്തിന് കൃപ മതി. കടഭാരത്തിന് കൃപ മതി. പ്രശ്നങ്ങൾക്ക് കൃപ മതി. ശാപങ്ങൾക്ക് കൃപ മതി. പോരാട്ടത്തിന് കൃപ മതി. കടഭാരത്തിന് കൃപ മതി. എല്ലാത്തിനും മതിയായ ദൈവകൃപ. നമുക്ക് വളരെ ദൂരം മുന്നോട്ട് ചെയ്യാറുണ്ട്. ഇനി നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് വായിച്ചോ.
നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. കൃപയിലേക്ക് പ്രവേശനം വിശ്വാസത്താൽ ലഭിച്ചു. ഭയങ്കര സംഗതി അതൊക്കെ. ആഴമായിട്ട് ഇരുന്ന് പഠിച്ച് ധ്യാനിക്കേണ്ട ഭാഷകൾ അതൊക്കെ. കൃപയിലേക്ക് ഒന്ന് കയറിയത് എങ്ങനെയാ? വിശ്വാസത്താൽ. ഭയങ്കര സംഗതിയാണ് കേട്ടോ. ദൈവകൃപയുള്ള കൂട്ടായ്മയിലേക്ക്, ദൈവകൃപയുടെ ആ വലയത്തിനകത്തേക്ക്, ആ സുരക്ഷിത വലയത്തിനകത്തേക്ക്, ദൈവകൃപയുടെ മതിൽക്കെട്ടിനകത്തേക്ക് നാം എങ്ങനെ കയറി? ഓർത്തു നോക്കുക എന്റെ പ്രിയപ്പെട്ടവരെ, നാം പോകുന്ന പല വഴിക്കും ഈ കൃപയുടെ പരിപാലനം ഉള്ളതുകൊണ്ടാ നമ്മൾ തകരാതെ നിൽക്കുന്നത്. ഈ കൃപയ്ക്കകത്ത് നമ്മെ കൊണ്ടുവന്ന ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു. വായിച്ചോ. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അവിടെയാണ് നമ്മുടെ വിഷയം. അങ്ങനെ കൃപ വന്നവർക്കാണ് തേജസ്സിന്റെ പ്രതീക്ഷ. പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കയറാൻ പോവാ. അടുത്ത വാക്യം. അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും. ഒരു സംശയം ചോദിച്ചോട്ടെ. വിശ്വാസം നീതീകരിക്കപ്പെട്ടു, കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചു, ദൈവത്തോട് സമാധാനമായി, തേജസ്സിന്റെ പ്രത്യാശയായി, പിന്നെ എന്തിനാ കഷ്ടതയുടെ കാര്യം പറയുന്നത്? കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നതെന്ന് അറിഞ്ഞ് അയ്യടാ, അപ്പൊ തേജസ് കിട്ടിക്കഴിഞ്ഞ് കഷ്ടതയുണ്ടോ? അവിടെയാണ് പ്രശ്നം വരാൻ പോകുന്നത്. അതാണ് ഈ കാലഘട്ടത്തിലെ ദൂത്. ഇത് ഗ്രഹിക്കണം. റോമർ 5:1 വിശ്വാസം, നീതീകരണം, ദൈവകൃപ, ദൈവതേജസ്, ഇത്ര സംഗതി വന്നു. വിശ്വാസം, നീതീകരണം, സമാധാനം, ദൈവകൃപ, ദൈവതേജസ്, 5 കാര്യം വന്നു. 5 കാര്യം കേട്ടോ. റോമർ 5:1-2 വാക്യങ്ങളിൽ 5 കാര്യം ദൈവമക്കൾക്ക് കിട്ടി. വിശ്വാസത്തിലാണോ? അതെ. നീതീകരിക്കപ്പെട്ടോ? അതെ. ദൈവത്തോട് സമാധാനമുണ്ടോ? ഉണ്ട്. കൃപയിലാണോ? അതെ. തേജസ് കിട്ടി? കിട്ടിയെന്ന് പറയാം. പിന്നെ ഇതിനെ കഷ്ടതയുടെ കാര്യം? അവിടെയാണ് പ്രശ്നം. വളരെ ശ്രദ്ധിച്ചു പഠിക്കണം, വളരെ ശ്രദ്ധിച്ചു പഠിക്കണം. അടിസ്ഥാന വേദ സത്യങ്ങളായി പറയുന്നേ. അത് തന്നെയുമല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങൾ പ്രശംസിക്കുക. ഞാൻ ചോദ്യം ചോദിക്കാം. രക്ഷിക്കപ്പെട്ടപ്പോൾ കഷ്ടത മാറിയോ? ഉത്തരം പറയണ്ട, കാരണം ഇത്രയും വലിയ ഓഡിയൻസിൽ ആരൊക്കെയാ ഉത്തരം പറയുന്നത്. പക്ഷെ ഏതാണ്ടത് മാറിയിട്ടുണ്ട്. ഇത് ബൈബിൾ ക്ലാസ് അല്ലല്ലോ, അവിടെ ഞാൻ തന്നെ പറയാം. കഷ്ടത മാറിയില്ല, പക്ഷെ കഷ്ടതയെ കുറിച്ചുള്ള എന്റെ അറിവ് മാറി. വാക്യത്തിലുണ്ട് അറിവെന്ന വാക്കവിടെയുണ്ട്. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ്. അപ്പോ കഷ്ടതയെ കുറിച്ചുള്ള എന്റെ നോളജ് മാറി. ഞാൻ വേറെ ഭാഷ പറയാം, കാഴ്ചപ്പാട് മാറി. ഇപ്പൊ കഷ്ടതയിൽ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. നേരത്തെയോ പ്രാകുന്നു, പിറുപിറുക്കുന്നു, ശപിക്കുന്നു, വല്ലവരുടെ തലയിൽ വെക്കുന്നു. ഈ വല്ലവരുടെ തലയിൽ വെക്കുന്ന പരിപാടിയുടെ ദോഷം നമ്മൾ അറിയുന്നില്ല. ഞാനതിനെ പറഞ്ഞുതരാൻ സമയം എടുക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. എന്റെ അടുക്കൽ 6 മാസം മുമ്പ് ഒരു കുടുംബ പ്രശ്നമായിട്ട് വന്നു. ഒരമ്മ മകളുടെ കാര്യം പറയാനാണ്. 2-3 മണിക്കൂർ പറഞ്ഞു. അവളുടെ ഭാഗത്ത് 1% പോലും നീതിയില്ല വാസ്തവേ. അതുകൊണ്ട് എനിക്ക് ഇനി ഇവളുടെ കൂടെ ജീവിക്കാൻ പറ്റിയിരുന്നു. അവന് പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ ഞാനും വൈഫും കൂടി ആയിരിക്കുന്നത്. വൈഫ് പറഞ്ഞു, അയ്യോ അമ്മച്ചി പറഞ്ഞ മുഴുവൻ ശരിയാണല്ലോ. അത് കഴിഞ്ഞ് മോളെ വിളിപ്പിച്ചു. മോള് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും തോന്നി മോള് പറഞ്ഞത് മുഴുവൻ ശരിയാണ്. പിന്നെ കാരണം അതുപോലെ കറക്റ്റായിട്ടാണ് മോള് പറയും. അമ്മയുടെ ഭാഗത്ത് യാതൊരു നീതിയില്ലെന്നാണ്. പിന്നെ എന്നാ ചെയ്യും? അവിടെ 2 പേരെയും കൂടെ കൂട്ടി സംസാരിച്ചില്ല. വീണ്ടും അമ്മയുടെ ഒറ്റയ്ക്ക് പറഞ്ഞു, ഇനിയൊരു കാര്യം ചെയ്തു, ഇനിയൊരു വിഷയം ഉണ്ടാകുമ്പോൾ അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള 2 കുറ്റം എഴുതി വെക്കണം. മോളുടെ എഴുതണ്ട, കാരണം മുഴുവൻ കുറ്റം മോളുടെയാണല്ലോ. അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള 2 കുറ്റം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. എന്റെ ഭാഗത്ത് കുറ്റം ഉണ്ടെങ്കിലല്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു കൈ തന്നെ കുട്ടിയെ ഒച്ച കേൾക്കുകയല്ലേ, ഒരു കൈ തന്നെ കുട്ടിയെ ഒച്ച കേൾക്കുകയല്ല. അതുകൊണ്ട് അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായ 2 കാര്യം നോട്ട് ചെയ്ത് വെക്കണം.
മോളോട് പറഞ്ഞു നിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു 3 കാര്യം. രണ്ടുപേരും കേൾക്കുകയല്ല പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ ഭാഗത്തു നിന്നുള്ള കുറ്റമൊന്നും പറയരുത്. ഇനി അടുത്ത പ്രശ്നത്തിൽ നിന്റെ സംഭാവന 3 എണ്ണം എഴുതി വെച്ചേക്കണമെന്ന്. ഇത് 6 മാസമായി ഒരു അനക്കമില്ല. ആ 3 എണ്ണം ഒക്കെ ഉണ്ട്. ഇതിനകത്തൊരു മനഃശാസ്ത്രമുണ്ട്. അവളുടെ കുറ്റം എന്നുണ്ടെങ്കിൽ ആയുസ് മാറ്റാൻ നോക്കുകയില്ല. കാരണം അവളുടെ എന്നിലല്ലല്ലോ ഇരിക്കുന്നത്. എന്നിലെ കുറ്റം വേണ്ട, എനിക്ക് മാറ്റുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ വിഷയത്തിനകത്ത് നിന്റെ സംഭാവന കണ്ടുപിടിച്ചാൽ നിനക്കത് മാറ്റാം. ഇവിടെ മർക്കോച്ചന്റെ കുറ്റം കണ്ടുപിടിച്ചാൽ നിനക്ക് മർക്കോച്ചനെ മാറ്റാൻ പറ്റുമോ? നിനക്ക് നിന്നെ മാറ്റാം. ഭൂമിയിലാകെ നിനക്ക് മാറ്റാൻ നോക്കുകയില്ല. അപ്പോ ഇതിനു മുമ്പ് ഒരു പ്രയാസം വന്നാൽ നമ്മൾ ആരുടെ തലവെക്കും. അതുകൊണ്ട് നമുക്ക് അതിന്മേൽ ജയമില്ല. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടവൻ കാഴ്ചപ്പാട് മാറുന്നു. നീ ഒരു വിഷയത്തിലായാൽ ഉടനെ നിന്നെ തന്നെ പരിശോധിക്കുക. സ്വയം ശോധന ചെയ്യ, തന്നെത്താൻ ശോധന ചെയ്യ. കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ നീ ആരോടും പറയരുത്. നീ ഒറ്റയ്ക്ക് മുറിയിൽ കയറി കർത്താവേ എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ, ഹല്ലേലൂയ, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ, ഞാൻ നിർമ്മലനാകണം, നീ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഞാൻ ഇങ്ങനെ പറയാം ആ വാക്യത്തെ, നിന്റെ വ്യസനത്തിലുള്ള മാർഗം നിന്നിലുണ്ടോ എന്നാ നോക്കേണ്ടത്, വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കണ്ട. നിന്റെ വ്യസനത്തിലുള്ള മാർഗം നിന്നിലുണ്ടോ എന്ന് നോക്കുക, വേറൊന്നും ചെയ്യണ്ട. ദൈവത്തിന് ആ വിഷയത്തിൽ നടപടിയുണ്ട്. ദൈവം ആ വിഷയത്തിൽ ഒരു മെസ്സേജ് നിനക്ക് തരും, ഒരു ലെസൺ നിനക്ക് തരും, ഒരു പുതിയ പാഠം നിന്നെ പഠിപ്പിക്കും. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ക്ലേശിപ്പിക്കുന്നത്. ദൈവമക്കൾ കഷ്ടത്തിലൂടെ പോയാൽ അതിനൊരു അർത്ഥമുണ്ട്, അതിനകത്തൊരു ലെസൺ ഉണ്ട്, അതിനകത്തൊരു വിടുതലുണ്ട്, അതിനകത്തൊരു ദൈവ പ്രവൃത്തിയുണ്ട്, അതിനകത്തൊരു അസാധാരണ ദൈവ പ്രവൃത്തിയുണ്ട്. രക്ഷിക്കപ്പെട്ടു, ദൈവകൃപയിൽ വന്നു, സംഗതിയൊക്കെ ശരിയാ. പക്ഷെ പിന്നെയും പൗലോസ് പറയാ കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ, പ്രശംസ. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ കഷ്ടതയിൽ ഞാൻ പ്രശംസിക്കുന്നു, നേരത്തെ കഷ്ടതയിൽ ഞാൻ പ്രാകുന്നു, ഞാൻ ശപിക്കുന്നു, മറ്റുള്ളവരുടെ കുറ്റം പറയുന്നു. ഇപ്പോൾ ഞാൻ കഷ്ടതയുടെ നടുവിൽ പ്രശംസിക്കുന്നു. കാരണം എന്താ? അകത്തൊരു ബോധ്യമുണ്ട്, എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും വരത്തില്ല, എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും വരികയില്ല, എന്റെ ദൈവം അറിയാതെ എന്റെ തലയിലെ രോമം പോലും നിലത്ത് വീഴുകയില്ല. അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാട് മാറുകയാണ്. കാഴ്ചപ്പാട് മാറുക, കാഴ്ചപ്പാട്, കഷ്ടതയെ കുറിച്ചുള്ള മനോഭാവം മാറുന്നു. ഇത് നന്മയ്ക്കാണ്, ഇത് നന്മയ്ക്കാണ്, ഇതിനകത്തൊരു നന്മയുണ്ട്, ഇതിനകത്തൊരു നന്മയുണ്ട്, ഇതിനകത്തൊരു നന്മയുണ്ട് എന്ന് നീ 1000 പ്രാവശ്യം പറ. ക്രിസ്ത്യൻ ജീവിതം എന്ന് പറഞ്ഞാല് അങ്ങനെ ഈസി ആയിട്ടൊന്നും പോകാനും നോക്കത്തെ. അതായത് ഒരു വടംവലി ഞാനിങ്ങനെ കാണുക, അപ്പുറത്ത് 6 പേര് ഇപ്പുറത്ത് 6 പേര്, ഡേറ്റ് ഒക്കെ ഏറെക്കുറെ കറക്റ്റാ. വിസിൽ കൊടുത്തു, ആ വടം അനങ്ങുന്നില്ല, ഈ മനുഷ്യരാരും അനങ്ങുന്നില്ല, നിന്നോടൊന്ന് നിൽക്കുക. കാരണം അതുപോലെ ബലം. അതിനിടയിൽ ഇവിടെ ഒരു കൊച്ചു വീണു, ഈ വശത്ത് ഒരു കൊച്ചെങ്ങാണെന്ന് ചാടി വീണു, ഒച്ച വീണു. ഇതിന്റെ പുറകത്തെ അറ്റത്ത് നമ്മൾ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു, മറ്റോ ജയിക്കുകയും ചെയ്യും. ജസ്റ്റ് 1/2 സെക്കൻഡ് ഒരാളുടെ ശ്രദ്ധ പോയപ്പോൾ അപ്പുറത്തെ പാട്ട് ജയിച്ചു. ഇത് തന്നെ ക്രിസ്ത്യ ജീവിതം. എടാ, അപ്പുറത്തൊന്നും വലിക്കുന്നില്ലെങ്കിൽ നീ ഒരു യോഗത്തിന് വന്നില്ലെന്നോർത്ത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു പോയിന്റ് പിടി കിട്ടിയോ? ഒരു മീറ്റിംഗ് ഉഴപ്പിയെന്നോർത്ത് കുഴപ്പമില്ല. പക്ഷെ അപ്പുറത്ത് വടം വലിച്ചു പിടിച്ചിരിക്കുക, നീ ഒന്നഴഞ്ഞ് അവനെടുത്ത് അപ്പുറത്ത് നീ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു ഇച്ചിരി തെറ്റിയാൽ മതി, വലിച്ചിട്ട് കഴിഞ്ഞു, തീർന്നു, പരിപാടി കഴിഞ്ഞു. കാരണം അവൻ ഉറക്കമില്ലല്ലോ. നമ്മുടെ സഹോദരന്മാരെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച കുറ്റം ചുമത്തുന്ന അപവാദി എന്നാണോ? പകൽ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യുന്ന ഒരു ഒറ്റ ഡിപ്പാർട്ട്മെന്റേ ഉള്ളൂ, സാത്താൻ. വർക്ക് ചെയ്തോടെ ഇരിക്കുക. ഇത് നീ അറിഞ്ഞാൽ നീ എങ്ങനെ പ്രാർത്ഥിക്കണം? അതും വചനത്തിൽ നിന്ന് പറയാം.
പുതിയ നിയമക്കാരൻ പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴാ? ഇടവിടാതെ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. 1 തെസ്സലോനിക്കർ 5:17. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. അതെങ്ങനെ ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന വാസ്? ഇടവിടാതെ ചെയ്യാവുന്ന ഒരേ ഒരു ജോലിയേ ഉള്ളൂ, ശ്വാസം വിടല്. വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇടവിടാതെ ചെയ്യുന്ന ഒരൊറ്റ കാര്യം. ഇടവിടാതെ ആരും ഭക്ഷണം കഴിക്കുന്നോ? ഇടവിടാതെ ശ്വാസം വിടാൻ പറ്റൂ അല്ലേ? അപ്പോൾ അർത്ഥം ഗ്രഹിച്ചോ, അർത്ഥം എഴുതി വെച്ചോ, അല്ലെങ്കിൽ മനസ്സിൽ കുറിച്ചോ. ശരീരത്തിന് ശ്വാസം എങ്ങനെയോ അതുപോലെ ആത്മാവിലെ പ്രയർ. അതുകൊണ്ടാ ഇടവിടാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? വേറെ ഉദാഹരണം പറയാം. കുറെ നാളായിട്ട് വയറ്റിൽ സുഖമില്ലാത്ത ഒരാൾ പല ഡോക്ടർമാരെ കണ്ടു, രക്ഷയില്ല. ഒടുവിൽ ഒരു ഹോമിയോ ഡോക്ടറെ കണ്ടു. ഹോമിയോ ഡോക്ടർ പറഞ്ഞു, രോഗം ഞാൻ മാറ്റിത്തരാം, പക്ഷെ മരുന്ന് ഇച്ചിരി കഴിക്കേണ്ടി വരും. അതിന് ഇച്ചിരി സമയങ്ങളൊക്കെ സൂക്ഷിച്ച് കഴിക്കണം. എങ്ങനെയാ സാറേ? അത് പറഞ്ഞുതരാം. ഈ 1ാമത്തെ ഗുളിക 1 മണിക്കൂർ ഇടവിട്ട് 3 2ാമത്തെ ഗുളിക 2 മണിക്കൂർ ഇടവിട്ട് 4 3ാമത്തെ ഗുളിക 3 മണിക്കൂർ ഇടവിട്ട് 5 വീതം. പിന്നെ ഈ ഒരു പൊതി ഉണ്ടല്ലോ, അത് രാവിലെ കഴിക്കണം, മറ്റേ പൊതി രാത്രിയിലും കഴിക്കണം. ഇതെല്ലാം മറന്നു പോകില്ലേ ഡോക്ടർ? അതാ ഞാൻ പറഞ്ഞ വിഷമാണ്. അങ്ങനെ ഏട്ടെന്നൊക്കെ പറഞ്ഞ് എഴുതി കുറിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് രാവിലെ ഇതെല്ലാം കൂടെ എഴുതി. എങ്ങനെ ഇരിക്കും പരിപാടി? ഇതെന്തിനാ പറഞ്ഞെന്നറിയോ? പിണങ്ങരുത്. ഇടവിടാതെ പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. എന്നിട്ടിപ്പോ ചെയ്യുന്നറിയോ? ഞാൻ ഇന്നാളൊരു 21 ഇരുന്നതാ. അതുകൊണ്ട് നിൽക്കുകയല്ലോ. പിശാച് എവിടെയല്ലോ മനുഷ്യനെ കുഴച്ചിട്ടിരിക്കുന്നത്. ഞാൻ ഈ ദിവസങ്ങളിലാണ് പ്രത്യേകം പഠിച്ചത്. കണ്ടോ? അപ്പൊ ഉടനെ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുക, കേട്ടോ ഈ പുള്ളി ഉപവാസത്തിനെതിരാണോ? അല്ലല്ല. അയ്യോ, അങ്ങനെയാണ് ഈ ചുറ്റോട്ട് നടക്കും. നിങ്ങളുടെ ഉപവാസം പ്രാർത്ഥനയൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്നത്, അത് വേറെ വിഷയം. പക്ഷേ ഉപവാസം നിർത്തിക്കോ, പ്രാർത്ഥന നിർത്തരുത്. ഉപവാസം ഇടയ്ക്കിടയ്ക്ക് നിർത്തണം, അല്ലെ പറ്റത്തില്ല. പക്ഷെ പ്രേരണ നിർത്തരുത്. ഇത് പിശാചിനെ പറ്റിച്ചെന്ന്. ഇത് ഞാൻ ഇന്നാൾ ചർച്ചയിൽ ക്ലാസ് എടുത്തപ്പോ ഒരു സഹോദരി എന്നോട് പറയാം, എന്റെ പാസ്റ്ററേ ഇത് പറഞ്ഞ് നന്നായി, ഞങ്ങളുടെ അച്ഛൻ ഇന്നാൾ ഒരു 7 ഇരുന്നു, അതിൽ പിന്നെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും ഇരിക്കുകയായിരുന്നു. നമ്മൾ ഓരോ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരുന്നതാണ്. ഇങ്ങനെ ആണ്ടിൽ ഒരു 7ഉം ഒരു 15ഉം ഒക്കെ ഇരുന്നേച്ച് പിന്നെ നടക്കുക ഉഴപ്പി. നിന്നെ പിടിക്കും കേട്ടോ, പിടിക്കും. ഇത് ഇടപെടാതെ കഴിക്കേണ്ട മരുന്നാ. നീ ഇത് മുഴുവനും കൂടെ 7 ദിവസം കൊണ്ട് കഴിച്ചോ, ഇരട്ടി കുഴപ്പം. ഇത് വിലപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ക്രിസ്ത്യൻ ജീവിതം 1 മണിക്കൂർ പോലും നിനക്ക് കുഴപ്പാൻ പറ്റത്തില്ല. 1 രാത്രി പോലും നിനക്ക് അയഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വീഴുന്നുവെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നതുകൊണ്ട് 24 മണിക്കൂറും ജാഗ്രത, 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 ജാഗ്രത. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ 24 മണിക്കൂറും ജാഗ്രത. സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ പ്രശ്നങ്ങളുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നീ ഇതിന്റെ മുമ്പിൽ ജാഗ്രതയോടെ നിൽക്കണം. പ്രശ്നങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അതിനെതിരെ ഓടരുത്. ദൈവത്തിനും അകത്ത് കിടക്കട്ടെ. ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്ന ഉടനെ പരക്കം പായരുത്. സ്റ്റോപ്പ്, ലിസൺ, ദെൻ പ്രൊസീഡ്. നീ ഒന്ന് സ്പീഡ് കുറയ്ക്കാനുള്ള സിഗ്നലാണ്. മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കുറയ്ക്കാനുള്ള ഈ റോഡിൽ ഹമ്പ് കാണുമ്പോൾ എന്നെ മനസ്സിലാക്കണ്ടേ? പറന്ന് പൊക്കോളാനാണോ? അല്ല, ബ്രേക്ക് കാര്യമില്ല. നിന്റെ ജീവിതത്തിൽ ഹമ്പ് കണ്ടാ നീ മനസ്സിലാക്കണം, ബ്രേക്ക് ചവിട്ടിക്കോ, ബ്രേക്ക് ചവിട്ടിക്കോ. അടുത്ത കണ്ടെത്തി മറിയാൻ വിളിക്കണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ചവിട്ടിക്കോ. കർത്താവിനെ സേവിക്കുന്ന ദൈവമേ, നിന്റെ ജീവിതത്തിൽ നേരെ ഒരു പർവ്വതം, ഒരു ഹമ്പ് തലയുയർത്തി നിൽക്കുന്ന കണ്ട മുട്ടുവടക്ക് പ്രാർത്ഥനയ്ക്ക് സമയമാണ്. സ്വയം ശോധന ചെയ്യുക, ശുദ്ധീകരണത്തിന് കേൾപ്പിച്ചുകൊണ്ട് ദൈവം നിന്നെ
ഇന്ന് രാത്രി യോഗത്തിൽ ഇരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു ശുദ്ധീകരണത്തിന് സ്വയം ശോധനയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ട സമയമായിരിക്കുന്നു. നിന്റെ ജീവിതത്തിന് നേരെ പല പ്രാവശ്യം ഹമ്പ് വന്നിട്ട് നീ ചാടി കടക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ബുദ്ധി പറയുന്നു, പ്രാർത്ഥനയ്ക്ക് സമയമെടുക്കുക, സ്വയം ശോധനയ്ക്ക് സമയമെടുക്കുക. വലിയ ന്യായവിധിയിൽ നിന്ന് നിന്റെ കുടുംബത്തിന് വിടുതല കിട്ടുക, ശുദ്ധീകരണത്തിന് സമയമെടുക്കുക. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Oh, Rabalabasha, Rabalabasha. Oh, Ribalabasha, Kamanara, Hakurana, Rabasha. നാം നമ്മുടെ വചനത്തിൽ തിരിച്ചു വരുന്നു. റോമർ 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രിയപ്പെട്ടവരെ, തേജസ് കിട്ടുന്നവരെ സമരം തുടരും. തേജസ് തിരികെ കിട്ടുന്നവരെ കഷ്ടത തുടരും, പോരാട്ടം തുടരും. പരേതനായ പാസ്റ്റർ PD ജോൺസനോട് ഒരു ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥി ചോദിച്ചു, അപ്പച്ച ഈ പോരാട്ടം എത്ര വയസ്സ് വരെ കാണുമെന്ന് ചോദിച്ചു. അപ്പച്ചൻ പറഞ്ഞു 70 വരെ ഉണ്ടെന്നേ എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. കാരണം അന്നേരം അദ്ദേഹത്തിന് 70 ഉണ്ട്. സ്തോത്രം. തേജസ് തിരികെ ലഭിക്കുന്നത് വരെ നാം സമരമുഖത്താണ്. കഷ്ടത, പോരാട്ടം, പ്രശ്നങ്ങൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതിനെ തിരമാല എന്ന് വിളിക്കുന്നത്. തിരമാല നിൽക്കുന്നില്ല, വരും പോകും. പക്ഷെ തിരമാലയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളത് എന്നാണെന്നറിയോ? തിരമാല നിൽക്കത്തില്ല, വന്നച്ചങ്ങ് പോവും. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: തിരമാലയ്ക്ക് കാലില്ല, നിനക്ക് കാലുണ്ട്. തിരമാല വരുമ്പോൾ നീ ഓടരുത്, നീ നിന്നാ മതി, അത് വന്നച്ചങ്ങ് പോകണം. തലയുടെ മോളികൂടെ വന്നാലും അതങ്ങ് പോകും. നീ അനങ്ങാൻ നിന്നേച്ചാൽ മതി. യഹോവയിൽ ആശ്രയിക്കുന്നതിന് കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സീയോൻ പർവ്വതം പോലെയാണ്. എത്ര തിരമാല ഈ തലയിൽ കൂടെ കയറിപ്പോയതാ, എത്ര തിരമാല എന്റെ നിങ്ങളുടെ തലയുടെ മുകളിൽ കൂടെ പോയതാ. അത് കവിഞ്ഞങ്ങ് പോയി, പക്ഷെ നീ നിലനിൽക്കുന്നു. വന്ന തിരമാല വന്ന വഴിക്ക് പോയി, പക്ഷെ നീ ദൈവകൃപയാൽ ഇന്നും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച അതെന്താ അർത്ഥം? അതാണ് ഒടുവിലത്തെ ചിന്ത. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിചാരിക്കേണ്ടത് തേജസ്സാണ്. എന്നേലും ഒന്ന് വിചാരിക്കാൻ വേണ്ട എപ്പോഴും. അപ്പോ അനർത്ഥം വരാൻ പോണെന്ന് വിചാരിക്കുക, കുഴി വീഴാൻ പോണെന്ന് വിചാരിക്കുക. ചിലരുണ്ട് എപ്പോഴും ശവപ്പെട്ടി കാണുക. ശവപ്പെട്ടി കണ്ടു എന്നാ പറയുന്നു. ഞാൻ പറഞ്ഞു അത് അങ്ങനെ കണ്ടാലും ഇനി മിണ്ടണ്ടാവും. കാരണം എന്നേലും ഒരിക്കലും ഇത് കാണേണ്ടതല്ലേ, പിന്നെ ഇതിനെ ഇപ്പൊ തൊട്ടേ കാണും. അത് അവരുടെ മൈൻഡിന്റെ പ്രശ്നമാണ്. അത് അവരോട് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. കുറെ ഉപസിക്കും പ്രാർത്ഥിക്കൊക്കെ ചെയ്യുന്നൊരു സൗകര്യം. അവർ കണ്ണടച്ച ഇതേ കാണും. എന്താ ചെയ്യുക? അപ്പൊ അവർക്ക് ഒരു ഭയം ഉണ്ടെന്ന് തോന്നി ഈ വിഷയത്തെക്കുറിച്ച്. അതുകൊണ്ട് അതിങ്ങനെ കാണുക. ഇതെല്ലാം വലിയ മനസ്സിന്റെ പ്രശ്നങ്ങളാണ്. നമ്മൾ ഏതിനെ കുറിച്ച് കൂടുതൽ ടെൻഷൻ പിടിക്കുന്നു അതാ കാണുന്നത്. അല്ല വേറൊന്നും അല്ല എന്റെ കാര്യം. ഓക്കെ, അപ്പോ ഇങ്ങനെ ഓരോന്നും എല്ലാവരും കാണുന്നുണ്ട്. എന്നാൽ എന്തെങ്കിലും ഒന്ന് കണ്ടോളാൻ ഇവിടെ പറഞ്ഞിരിക്കുക. നീ 24 മണിക്കൂർ ഒരു സ്വപ്നം കണ്ടോളാൻ. തേജസ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് ഇമാജിൻ ചെയ്താൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അപ്പൊ സ്വപ്നം കാണാൻ ഒരു സാധനമുണ്ട്. എന്തുവാ? തേജസ്. സ്വപ്നം കണ്ട് നോക്കാവോ? ഇല്ലേ? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കാൻ വേണ്ടി ഞാൻ 1-2 വാക്യം തരാം. യെശയ്യാപ്രവചനം ഒന്ന് പെട്ടെന്ന് എടുത്താട്ടെ. 24-ാം അധ്യായം ഒന്ന് എടുത്ത 24 അതിന്റെ ഒടുവിലത്തെ വാക്യം ഒന്ന് വായിച്ച 24-23. സൈന്യങ്ങളുടെ യഹോവ സീയോൻ പർവ്വതത്തിലും യെരുശലേമിലും വാഴുകയാലും അവന്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും.
ആ വാക്യം ഒന്നോട് വായിച്ചേട്ടെ. സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും വാഴുകയാലും എന്ന് പറഞ്ഞാൽ, ഞാൻ നമ്മുടെ ഭാഷ പറയാം, കർത്താവായി യേശുക്രിസ്തു രാജാവായി വരുമ്പോൾ അവന് മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകയാലും അവനെ ഭക്തിയോടെ സേവിച്ച ദൈവമക്കൾക്കൊക്കെ തേജസ് കിട്ടും. നമ്മുടെ തേജസ് നാം പ്രാപിക്കും. അപ്പോൾ ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. വല്ലോ പിടി കിട്ടിയോ? സൂര്യനും ചന്ദ്രനൊക്കെ പിന്നെ ഓഫ് ചെയ്തേക്കാവുന്ന വെക്കുന്നു. അതാ രാത്രി അവിടെ ഇല്ലല്ലോ എന്നൊരു വാക്യമില്ലേ? കർത്താവ് രാജാവായി വരുന്ന കാലഘട്ടം, തന്റെ മക്കൾക്ക് തേജസ് കിട്ടുന്ന കാലം, സൂര്യനും ചന്ദ്രനും ഓഫ് ചെയ്യുമെന്ന് അവര് നാണം കിട്ടു പോകും. കാരണം അത്ര വോൾട്ടേജാ ഭക്തന്മാർക്ക് കിട്ടാൻ പോകും. പക്ഷെ എല്ലാവർക്കും ഓരോ വോൾട്ടേജ് കിട്ടത്തില്ല. അത് കുരുന്നിലാണ് എഴുതിയിരിക്കുന്നത്. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, നക്ഷത്രവും തമ്മിൽ തേജസ് വേറെ. ഇപ്പൊ കുറഞ്ഞ പക്ഷം 4 തരം അവിടെ പറഞ്ഞിരിക്കുന്നു. അതിനൊക്കെ കൂടുതൽ വരും. സ്തോത്രം. അതെങ്ങനെയാണ് അതിന്റെ കണക്ക്? അത് പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ധൈര്യം വർദ്ധിക്കും. സ്വയം ശോധന ചെയ്തിട്ടും കാര്യമായ യാതൊരു തെറ്റുകുറ്റങ്ങളും ഓർക്കാതെ ഈ ഭൂമിയിൽ കഷ്ടതയോടുകൂടെ കർത്താവിനെ സേവിച്ച് രക്തസാക്ഷി മരണം വരിച്ചവരും, വീടുകൾ നഷ്ടപ്പെട്ടവരും, പീഡനം സഹിച്ചവരും, തല്ലുകൊണ്ടവരും വെറുതെ പോവുകയില്ല. അവർക്ക് വോൾട്ടേജ് കൂടുതൽ കാണും, അവർക്ക് തേജസ് കൂടുതൽ കാണും. അല്ലെങ്കിൽ ദൈവം നീതിമാനല്ലെന്ന് വരും. എബ്രായ ലേഖനം പറയുന്നത്, നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷിച്ച് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. കഷ്ണം സഹിച്ചവര്, നിന്ന സഹിച്ചവർ വളരെയുണ്ട്, പീഡനം സഹിച്ചവർ വളരെയുണ്ട്, പട്ടിണിയെ സഹിച്ചവർ വളരെയുണ്ട്. നിന്നയും അപമാനവും സഹിച്ചവരുടെ കണക്കല്ല ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ, തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. ദാനിയേൽ പ്രവാചകൻ പറയുന്നത്, ആത്മാക്കളെ നേടുന്നവൻ, അതായത് പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നേക്ക് ശോഭിക്കും. അവിടുത്തെ വാക്യം ദാനിയേൽ 12 വാക്യം ഇങ്ങനെയാണ്, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പറ പോലെയും. ആരാ ബുദ്ധിമാൻ? ആത്മാക്കളെ നേടുന്നവൻ ബുദ്ധിമാൻ. ദൈവരാജ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവൻ ബുദ്ധിമാൻ. ഈ കാര്യം പ്രസംഗിക്കാൻ എളുപ്പമാണ്, ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടറിയുന്നു. ഞാൻ ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ഇവിടെ എടുക്കുന്ന സ്തോത്ര കാഴ്ച കൺവെൻഷന് വേണ്ടി അല്ലെന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഒരു സ്തോത്ര കാഴ്ച കൂടി എടുത്തിട്ടെങ്കിലും കൺവെൻഷൻ നടത്താനും കുഴപ്പമില്ലെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് പറയുന്നത് ഈ സ്തോത്ര കാഴ്ച കൺവെൻഷൻ അല്ലെന്ന്. അപ്പൊ ആരാണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? അല്ലേ? കഷ്ടപ്പെട്ട പണം ഇതിന് മുടക്കുന്നുണ്ടല്ലേ? ആരാ ബുദ്ധിമാൻ? സ്തോത്ര കാഴ്ച പാത്രം മേടിച്ച് അപ്പുറത്തോട്ട് കൊടുക്കുന്നവൻ ബുദ്ധിമാൻ. ഏതാ? ഇങ്ങോട്ട് വരുമ്പോ പ്രാർത്ഥിച്ചാൽ കൊടുക്കുന്നവൻ ബുദ്ധിമാൻ, അല്ലെങ്കിൽ കണ്ണടച്ച് ധ്യാനിക്കുന്നവൻ ബുദ്ധിമാൻ. പിരിവ് പറയുന്ന സമയത്ത് ബാത്റൂമിലേക്ക് പോണവൻ ബുദ്ധിമാൻ. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമാന്മാരുണ്ട്. ചായ കുടിച്ചിട്ട് കൈ കഴുകിയ എന്ത് ചെയ്താൽ കൈ വെളുക്കുക, മറ്റേ പുള്ളി കാശ് കൊടുക്കുന്നവരേ ഉള്ളിത് ബുദ്ധിമാൻ. പിന്നെ സോപ്പിട്ട് കഴുകുക. അപ്പൊ ഒരു പുള്ളി പറഞ്ഞു, ഞാൻ ബില്ല് അടച്ചിടോ, കഴിയുകയും ചെയ്ഞ്ഞു പോരുന്നു. ആരാ ബുദ്ധിമാൻ? കാശ് കൊടുക്കാത്തവൻ ബുദ്ധിമാൻ, ഉള്ളത് ഞെക്കി കൈ വെച്ചവൻ ബുദ്ധിമാൻ. ഇതല്ലേ ലോകത്തിന്റെ കണക്കൂട്ടല് അല്ലേ? ഇതെല്ലാം കൂടെ ആരാ സുനാമിക്കില്ല? നീ കൂട്ടിവെച്ചതെല്ലാം കൂടി ആരാ സുനാമിക്കില്ലെന്ന? ഞാനൊരു പൊതുവെ സർവേ നടത്തി. മനുഷ്യരെല്ലാം യോഗങ്ങൾക്ക് ഇപ്പൊ തടിച്ചു കൂടുന്നുണ്ട്, ധ്യാന യോഗങ്ങൾക്ക് ആളുകൾ കൂടുന്നുണ്ട്, ഇൻഡിപെൻഡന്റ് ചർച്ചുകളിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്നു. ആരാധന വിടുതൽ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ആട്ടെന്നേ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നത് കാരണം അറിയോ? എങ്ങും പിടിയില്ല. ഇപ്പൊ സുനാമി വന്നാൽ പിന്നെ പൊതുവെ ഞെട്ടല. ആർക്കും ഒരു പ്രതീക്ഷയുള്ളത് ദൈവസന്നിധിയില. പാട്ടും പ്രാർത്ഥന ആരാധന ഉള്ളിടത്തോട്ട് ജനം ഇടിച്ചു കയറുക. ഇനി വേറൊന്ന് കേൾക്കണോ? ടെലിവിഷനില് ആളുകൾ സിനിമയുടെ മുമ്പിലല്ല, ആത്മീയ പ്രോഗ്രാമിന്റെ മുമ്പിലാ. ആരാ പ്രസംഗിക്കുന്നത് വിഷയമൊന്നുമല്ല. ടെലിവിഷനിൽ വേദപുസ്തകം
പുസ്തകമോ വല്ല പാട്ടോ വല്ലോ ഉണ്ടെങ്കിൽ അതിന് മുമ്പിലാ ജനം. കുഞ്ഞെ കൂടപ്പുറപ്പെ, കാര്യം മനസ്സിലാക്കണം. ആത്മാക്കളെ നേടുന്നവൻ ബുദ്ധിമാൻ. ദൈവരാജ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവൻ ബുദ്ധിമാൻ. ആത്മീക പ്രവർത്തനത്തിന് പണം മുടക്കുന്നവൻ ബുദ്ധിമാൻ. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭു പോലെയും. നീ ദൈവരാജ്യം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, തേജസ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ ലോകം അതിന് മോഹം ഒഴിഞ്ഞു പോകുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ കാണുന്നതൊക്കെ തകരുമെന്നും ദൈവരാജ്യം വേഗത്തിൽ വെളിപ്പെടുമെന്നും വിശ്വസിക്കുന്നെങ്കിൽ നീ അതിനുവേണ്ടി ഇന്ന് രാത്രി ഒന്നുകൂടെ സമർപ്പിക്കുക. ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിന്നാൽ കഴിയുന്നത് ചെയ്യാൻ ഒരിക്കൽ കൂടി ഏൽപ്പിച്ചുകൂടെ. തേജസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തേജസ് ഇന്ന് രാത്രിയിൽ നാം ഈ വചനത്തിന്റെ മുൻപിൽ നമ്മുടെ കണ്ണു തുറക്കണം. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ തേജസ്സിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ദൈവപുത്രൻ തേജസ് ഉരിഞ്ഞു വെച്ച് കുരിശിൽ യാഗമായി തീർന്നു. അവനിൽ വിശ്വസിക്കുന്നവന് അവന്റെ പുത്രന്റെ മരണം മൂലം പാപമോചനമുണ്ട്, വീണ്ടെടുപ്പുണ്ട്, പ്രായശ്ചിത്തമുണ്ട്. അങ്ങനെ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചവൻ അവൻ ദൈവകൃപയിലാണ്. കൃപയിൽ നിൽക്കുന്നവൻ ഉറപ്പുവരുത്തുക. കൃപയിൽ നിൽക്കുന്നവൻ എല്ലാറ്റിനും മതിയായ കൃപയിലാണ് നിൽക്കുന്നത്. ഏത് പ്രശ്നത്തിന് നടുവിലും ദൈവത്തിന് നിന്നോട് ശാന്തമായിട്ട് ഇന്ന് രാത്രി പറയാനുള്ളത്, എന്റെ കൃപ നിനക്ക് മതി. ഏത് പ്രശ്നത്തിന് നടുവിലും കർത്താവിന് ഇന്ന് രാത്രി നിനക്ക് തന്നുവിടാനുള്ള ബോധ്യതാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. പിന്നെ പോരെങ്കിൽ എന്ത് ചെയ്യണം? നീ തേജസ് വിചാരിക്കണം. എങ്ങനെ? ഇമാജിൻ ചെയ്യണം, സ്വപ്നം കാണണം. നിന്റെ കുഞ്ഞുങ്ങളെല്ലാം നശിക്കുന്നു എന്നല്ല സ്വപ്നം കാണുന്നത്, നിന്റെ ബിസിനസ് തകരുന്നു എന്നല്ല സ്വപ്നം കാണുന്നത്, നീ ദൈവ തേജസ് പ്രാപിക്കുന്നത് സ്വപ്നം കാണണം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ യോഗത്തിൽ ദൈവ തേജസ്സിനെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ അകത്ത് നിറയണം. വസ്ത്രമില്ലാതെ തേജസ് ധരിച്ചിരുന്ന ഒരു കാലം മനുഷ്യനുണ്ട്. നാം അതിലേക്ക് തിരികെ പോകാൻ പോവുകയാണ്. പക്ഷെ ആ പ്രതീക്ഷ ഇപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ആർക്ക്? രക്ഷിക്കപ്പെട്ടവർക്ക് തേജസ്സിന്റെ പ്രത്യാശയും. യേശുവിന്റെ മടങ്ങി വരവിൽ നാം തേജസ് തിരികെ പ്രാപിക്കും. കണ്ണുകളടയ്ക്കാം.